ഈ വർഷവും നീ തന്നെ ചാമ്പ്യൻ. കടുക്ക പോലുള്ള പെണ്ണ് എങ്ങനെ ഓടി ജയിച്ചു മനസ്സിലാത്ത? ഓ പിന്നെ എന്ന് പറഞ്ഞാ ഇങ്ങനെ ഫേമസ് തന്നെയല്ലേ. സമയം വൈകി, എനിക്ക് പോണം. അതിന് തമ്പുരാൻ ആരാ പിടിച്ചിരിക്കുന്നത്? ആ എങ്ങനെ ഞാൻ പോവാ. ആ നില്ല സാറേ, അങ്ങനെ പിണങ്ങി പോവാതെ. കൂടുതൽ സംസാരിക്കാൻ സമയമില്ല. പറ, ടൂറിന് പോകുന്നോ ഇല്ലയോ? യൂണിവേഴ്സിറ്റി മീറ്റിന് പോണെന്നാ ബോബി സാർ പറയുന്നേ. എനിക്ക് ടൂർ പോകണ്ടെന്ന് വെക്കണം. അപ്പൊ വിനു പോകുന്നില്ലേ? ഞാൻ പോകും, തന്നെ നോക്കി നിൽക്കാനും എനിക്ക് സമയമില്ല. ഓ അപ്പോഴേക്കും അങ്ങ് പിണങ്ങിയോ വിനു? അത്രയ്ക്ക് വാശിയാണോ? എനിക്കും വാശിയാ. സാരമില്ലെന്നേ, ഒരു ദിവസം മിണ്ടാതിരുന്നാൽ പൂച്ചയെ പൊലിഞ്ഞു വരും. ഈ കാലത്ത് ഹാപ്പി ബർത്ത്ഡേ കേക്ക് കൊടുത്താലും പേടിക്കണം, ബോംബാണെങ്കിലോ. അല്ല, എന്താ അത്ര താമസിച്ചേ? അതൊക്കെ മുത്തച്ഛനകത്തുണ്ടോ? ഇല്ല, അതല്ലേ ഉറക്കെ പറഞ്ഞേ. അമ്മയോ? അകത്തുണ്ട്. എന്താ സാർ ഇത്ര താമസിച്ചത്? നിന്നെ കാണാത്തോണ്ട് ആളയക്കാൻ പോവായിരുന്നു. എന്ന് വെച്ചാ കൊച്ചു കുട്ടിയല്ലേ ഞാൻ. അമ്മയ്ക്ക് എപ്പോഴും മോൻ കുഞ്ഞു തന്നെയാ. എന്താ സംശയമുണ്ടോ? ലേശം. അമ്മേ, കോളേജിൽ നിന്ന് ഒരു വൺ ഡേ ടൂർ പോകുന്നുണ്ട്. അനുവാദത്തിന് അപേക്ഷിക്കുന്നു. അപേക്ഷ നേരെ ചട്ടപ്പടി. അതങ്ങ് കളക്ടറേറ്റിൽ. ഇവിടെ ഞങ്ങൾ നേരിട്ട് സംസാരിച്ചോളാം. ആഭ്യന്തര കാര്യങ്ങളിൽ കേന്ദ്രവും ഉപദേശകനും ഇടപെടേണ്ട. എന്താ നീ പറഞ്ഞേ? ഇങ്ങനെയൊക്കെ പറയാൻ നിന്നെ പഠിപ്പിച്ചത് ആരാ? ഉന്നത വിദ്യാഭ്യാസം. എന്റെ പുന്നോര മോനൊരു കാര്യം ചെയ്യ. മുത്തശ്ശൻ വരുമ്പോ നേരിട്ട് അങ്ങ് അവതരിപ്പിച്ച് പെർമിഷൻ വാങ്ങിച്ചോ. അതാ നല്ലത്. എന്ന് വെച്ചാ പ്രശ്നം ഹൈക്കമാൻഡിന് റെഫർ ചെയ്തു എന്നർത്ഥം. അമ്മ അമ്മ എന്താ പ്ലീസ് അമ്മേ. എന്താ പതിവില്ലാത്ത പോലെ പൈനാപ്പിൾ? വിനുമോൻ ടൂറിന്. അത് ശരിയാ, എക്സാം എടുത്തു വരുന്ന സമയത്താണ് ടൂറ്. വേണ്ട, അല്ല കുട്ടികളുടെ ഒരു സന്തോഷം. സാറാ നിങ്ങൾ ഇവിടെ പോരുന്നത്? നമ്മുടെ മാഷന്മാരൊക്കെ ഉണ്ടെന്നേ. താനാരാ? ഞാനാരാ? ഞാൻ ശങ്കരപ്പിള്ള. തനിക്ക് തന്റെ പണി നോക്കിയാ പോരെ? ശരിയാ പറഞ്ഞേ, ശരിയാ പറഞ്ഞേ, ശരിയാ പറഞ്ഞേ. ഓ, എന്താ അമ്മ മോനെ നൃത്തം പഠിപ്പിക്കുന്നുണ്ടോ? അല്ല, ടൂറിന് പോകുന്ന കാര്യം. ഇവന്റെ ഒക്കെ പ്രായത്തിൽ ഒരു ടൂറിനും പോകാതെയാണ് ഞാൻ പഠിച്ചത്. അതുകൊണ്ട് നീ തൽക്കാലം ടൂറിന് പൊയ്ക്കോ. ടൂറിന് പൊയ്ക്കോളാൻ. വിളിച്ച ചക്ക. തീരങ്ങൾ താമര വൃക്ഷം കൊണ്ടിരുണ്ടതും ജലം തിമിംഗലങ്ങൾ ഇളകി മറിയുന്നതുകൊണ്ട് ക്ഷുബ്ധവുമായ 4 സമുദ്രം വരെയുള്ള 100 കണക്കിന് രാജാക്കന്മാർ ചന്ദ്രഗുപ്ത മൗര്യന്റെ മുന്നിൽ തലകുനിക്കുന്നു. ഇപ്പോൾ പറഞ്ഞു വരുന്നത്, രാജാവ് ഇവർക്ക് പിണക്കമുണ്ടാവാൻ കാരണമെന്താണ്? പിണക്കത്തിന്റെ കാരണം അറിഞ്ഞിരുന്നിട്ടും തക്ക സമയത്ത് അത് പരിഹരിക്കാൻ അങ്ങ് ശ്രമിക്കാതിരുന്നത് എന്താണ്? ഷോണോത്തര, ഭദ്രപടാദികളെഴുതിയ കത്ത് തരാൻ ഗുമസ്തൻ അചലിനോട് ചെന്ന് പറയൂ. പരിഭ്രമം. ആചാര്യൻ സത്യമായും കോപിച്ചിരിക്കുന്നുവല്ലോ. ആര്യ, ഇതാ കത്ത്. കുശല, കത്ത് കൊടുത്തുവല്ലേ? എഴുന്നേൽക്കൂ. കത്ത് കൊടുക്കുകയും വാങ്ങുകയും ചെയ്തുവല്ലേ? എന്നാ സൗകര്യമായിട്ട് പുറത്തു പോയിട്ട് വായിച്ചോ. രണ്ടാളും കൂടി ഒരുമാതിരി വേലത്തരം കാണിക്കരുത് കേട്ടോ. ഞങ്ങൾ പിടിയിലാവുകയും ചെയ്തു. നിങ്ങളുടെ വഴക്ക് തീരുകയും ചെയ്തു. അന്ന് തന്നെ ടൂറിന് പോകാൻ സൗമ്യം സമ്മതിച്ചിരുന്നെങ്കിൽ വല്ല കുഴപ്പമുണ്ടാവുമായിരുന്നു. പാവം പീന. തമ്പുരാന് ടൂറിന് പോകാൻ അനുവാദം കിട്ടിയില്ലേ? അത് ഭാഗ്യം. എങ്കിൽ പിന്നെ കൂടുതൽ സംസാരിക്കണ്ട. ഇനി ടൂറിന് കണ്ടാ മതി.
കുളിർ താമര പൂങ്കാറ്റേ നിന്റെ പേരില്ല ഊരിലെ മാനിറങ്ങും മലത്താഴ്വര തോപ്പ് കാണാൻ മോതിരമാടങ്ങൾ തിരുവാതിര പാടങ്ങൾ ഐരാണി പൂത്തടങ്ങൾ മോതിരമാടങ്ങൾ തിരുവാതിര പാടങ്ങൾ ഐരാണി പൂത്തടങ്ങൾ ചെങ്കുളത്താറ്റിലെ ചെങ്കമലങ്ങളെ തങ്കമണിയിച്ച നല്ലിടങ്ങൾ അതിശയങ്ങളാം അഴകിടങ്ങളിൽ അനങ്കമുന്തിരിച്ചണ്ട് പൂക്കും വഴി അതിശയങ്ങളാം അഴകിടങ്ങളിൽ അനന്തമുന്തിരിച്ചണ്ട് പൂക്കും വഴി ആ വഴി ഈ വഴി ഓടി വരും കുളിർ താമര പൂങ്കാറ്റേ മൂവന്തി സ്വപ്നങ്ങൾ നല്ല കൂടാര സ്വപ്നങ്ങൾ ചീലാന്തി ചോപ്പിടങ്ങൾ പകർന്ന ഡ്രീംസ് മൂവന്തി സ്വപ്നങ്ങൾ നല്ല കൂടാര സ്വപ്നങ്ങൾ ചീലാന്തി ചോപ്പിടങ്ങൾ മാനം നിറച്ചും മുഴുക്കാപ്പു ചാർത്തുന്ന അമ്പിളി ചന്ദന പാൽക്കുടങ്ങൾ നറുനിലാവല കുളിരിൽ നീ നിന്റെ മുളങ്കുഴൽ പാട്ടിൻ വീണമീട്ടും വഴി നറുനിലാവല കുളിരിൽ നീ നിന്റെ മുളങ്കുഴൽ പാട്ടിൻ വീണമീട്ടും വഴി ഹേയ് ആ വഴി ഈ വഴി ഓടി വരും കുളിർ താമര പൂങ്കാറ്റേ നിന്റെ പേരില്ല ഊരിലെ മാനിറങ്ങും മലത്താഴ്വര തോപ്പ് കാണാൻ എന്താ കുട്ടികളെ ഉറങ്ങാൻ നേരമായില്ലേ? രാവിലെ എഴുന്നേക്കാനുള്ളതാ. ടീച്ചർക്ക് ഒരു ഫോണുണ്ട്. ആ ആര് പറഞ്ഞു അതെങ്ങനെ നോക്കട്ടെ. എന്താ ഒന്ന് ഇവിടുന്ന് വീണു പോ. എന്താ കാര്യം പേടിയാണ്. ഇങ്ങോട്ട് പോ. ഞാൻ വരാം.
പിന്നെ ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വന്നതാ. എന്താന്ന് വെച്ചാ വേഗം പറയാം, ടീച്ചർ ഇപ്പൊ വരും. ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല. പിന്നെ എല്ലാവരും ഉറങ്ങി കഴിയുമ്പോ ഒന്ന് പുറത്തു വരണം. അയ്യടാ വേണ്ട, കാര്യങ്ങളൊക്കെ നാളെ പറഞ്ഞാ മതി. നാളെ ആവുമ്പോ ഞാൻ ചിലപ്പം മറന്നുപോയല്ലോ. ടീച്ചർ ഇപ്പൊ വരും, ഞാൻ പോട്ടെ. ടീച്ചർ ഉറങ്ങിയ ഉടൻ വരണം. ഞാൻ പുറത്ത് കാത്തു വെക്കും. ഓക്കെ? നല്ല വരണം. ചെല്ല്. എന്താ കിടക്കാറായില്ലേ? കിടക്കണോ? ദീനേ, എന്താ? എന്തിനാ എഴുന്നേറ്റെ? ബാത്റൂമിൽ പോവാൻ. ബാത്റൂം അകത്തല്ലേ, പുറത്തല്ലല്ലോ. സൗമ്യ എവിടെ? സൗമ്യ എവിടെയെന്ന്? സാർ, 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 എന്താടോ? അല്ല, വിഷമിക്കാനൊന്നുമില്ല. നമ്മുടെ വിനിക്കുഞ്ഞിന് വിനിക്കുഞ്ഞിന് താൻ കാര്യം പറയടോ. വിനിക്കുഞ്ഞിന് പോലീസ് അറസ്റ്റ് ചെയ്തു. എന്റെ മോനെ ദയവായി ഉപദ്രവിക്കരുത്. മോളെ, കൊലപാതകം ചെയ്യാനുള്ള കരുത്തൊന്നും എന്റെ കുഞ്ഞിനില്ല. ധൈര്യമായിരിക്കും, വിഷമിക്കണ്ട മോനെ. ജാമ്യത്തിൽ ഇറക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. മോനെ,
എന്നിട്ട് അതിനെ കുറിച്ച് ഇരിക്കണ്ടെന്നേ, ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. എന്റെ ഫീസിന്റെ കാര്യം മറക്കരുത് കേട്ടാ. ഓർമ്മയുണ്ടല്ലോ? അങ്ങനെ പ്രതിയായ വിനോദ് കുമാർ തന്റെ സഹപാഠിയും സാധു കുടുംബത്തിൽ ജനിച്ചു വളർന്നവളുമായ സൗമ്യ എന്ന പെൺകുട്ടിയെ മധുര വാഗ്ദാനങ്ങൾ നൽകി പ്രേമത്തിന്റെ വലവീശി പിടിച്ച് വിവാഹം ചെയ്തു കൊള്ളാമെന്ന് വ്യാമോഹിപ്പിച്ച് നശിപ്പിച്ചതിന് ശേഷം തന്നിൽ നിന്നും ഒഴിവാക്കണമെന്ന ദുരുദ്ദേശത്തോടുകൂടി യുവർ ഓണർ പിക്നിക്കിന് പോയ സാഹചര്യം മുതലാക്കി പ്രേമസല്ലാപത്തിനെന്ന് പറഞ്ഞ് പാറക്കെട്ടിനരികിലേക്ക് അവളെ വിളിച്ചുകൊണ്ടുപോയി. അലറി വിളിച്ചാലും ആരും കേൾക്കില്ലെന്നും നീന്തി തുടിച്ചാലും രക്ഷപ്പെടില്ലെന്നും ഉറപ്പുവരുത്തി ആഴക്കയത്തിലേക്ക് തള്ളിയിട്ട് കൊല ചെയ്തുവെന്ന് തെളിവുകളും സാക്ഷിമൊഴികളും വഴി നിസ്സംശയമായി തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ യുവർ ഓണർ ഹീനവും പൈശാചികവുമായ പ്രസ്തുത കൊലപാതകം ചെയ്ത പ്രതിയായ വിനോദ് കുമാറിന് IPC 376, 302 വകുപ്പുകൾ പ്രകാരം അർഹിക്കുന്ന പരമാവധി ശിക്ഷ നൽകണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ആദ്യം സമൻസ് സെർവ് ചെയ്യട്ടെ. സാർ യെസ്. ജഡ്ജ് കാണണമെന്ന് പറഞ്ഞു. ആ രാമദാസൻ കേസിന്റെ കോംപ്രമൈസിനെ കുറിച്ച് എന്താ സംസാരിക്കാൻ വേണ്ടിയാണ്. ഉണ്ണി തമ്പയ്ക്കോ? തമ്പുരാട്ടി. ഉണ്ണിത്താനോ? തമ്പുരാൻ അച്ഛന് ശങ്കരപ്പിള്ളി അഡ്വക്കേറ്റിന്റെ ഓഫീസിലേക്ക് പോയി. ഒരു കാര്യം പറഞ്ഞാൽ വിഷമം തോന്നരുത്. വർഷം കുറെ ആയില്ലേ ഈ കേസും കൂട്ടുമായിട്ട് നടക്കുന്നു. ആ അനുഭവത്തിൽ നിന്ന് പറയാ, കേസ് രീതി പോയാൽ വിനുമോന് ശിക്ഷ കിട്ടും. 2-4 സാക്ഷിമൊഴികൾ വളരെ ദോഷമാ. ഇഷ്ടപ്പെടില്ലെന്നറിയാം, എങ്കിലും പറയാ, വർമ്മ സാറിനോട് ഈ കേസൊന്ന് ഏറ്റെടുക്കാൻ പറഞ്ഞൂടെ? പഴയ വാശിയും വൈരാഗ്യവും ഇനി വേണോ? വിനുമോന്റെ രക്ഷയ്ക്കെങ്കിലും. അല്ല, കാര്യങ്ങളൊക്കെ ഞാൻ അമ്മാച്ചനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോകുന്നു തമ്പുരാട്ടി. മോളെ, ഉണ്ണിത്താൻ പറഞ്ഞാലും കാര്യമുണ്ട്. വാശി പിടിച്ചാൽ നഷ്ടപ്പെടുന്നത് നമ്മുടെ കുഞ്ഞായിരിക്കും. മോള് ചെന്ന് പറഞ്ഞ വർമ്മ സാർ ഈ കേസ് ഏറ്റെടുക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുഞ്ഞ് രക്ഷപ്പെടുകയും ചെയ്യും. മോളൊന്ന് ആലോചിക്ക്, എന്നിട്ട് തീരുമാനിക്ക്. മണിത്തമ്പുരേ അതിലോല
ഇതങ്ങോട്ട് വെക്കൂ. ഏമാനം ഒന്ന് കാണാൻ ഒരു പരാതി കൊടുക്കാനാ. എന്ത് പരാതി? അതൊക്കെ ഓഫീസിൽ. അല്ല, നേരിട്ട് കണ്ട് കൊടുക്കേണ്ടതാ. അങ്ങനെ നേരിട്ട് കൊടുക്കണ്ട. ഒരു കാര്യം പറഞ്ഞോട്ടെ. സാറിനുള്ളതും കൂടി. പോണു ശങ്കരപ്പിള്ളേ. ശങ്കരപ്പിള്ളേ. ഓ അതെ വന്നേ. ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ്. ഇന്ന് ഏത് കേസ് പറഞ്ഞാൽ കോടതി ഉറപ്പിക്കാൻ പോകുന്നത്? ആ പുതുപ്പള്ളി കൊലക്കേസിന്റെ വാദം ഇന്ന് തുടങ്ങാണ്. എങ്ങനെ ജയിക്കോ? എവിഡൻസ് അല്പം സ്ട്രോങ് ആണ്, എന്നാലും ജയിച്ചേ പറ്റൂ. അമ്മാവൻ അനുഗ്രഹിക്കണം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. വസുന്ധരയുടെ ഒരുക്കം കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. എനിക്ക് പോകാൻ സമയമായി. ആ നീ പോകുന്ന വഴിക്ക് അവളെ കോളേജിൽ ഇറക്കിയാൽ മതി. ആ വരട്ടെ. ഓ ആ ഭരതേട്ടനോ? എപ്പോഴാ വന്നേ? ഞാൻ എപ്പോഴേ വന്നു. കാറിന്റെ ശബ്ദം പോലും കേട്ടില്ല. ഈ കണ്ണാടിയുടെ മുമ്പിൽ നിന്നാ ലോകത്ത് ഒരു പെണ്ണിനും പരിസരബോധം ഉണ്ടാവില്ല. അതുകൊണ്ടാ. സ്വന്തം സൗന്ദര്യത്തിൽ കുറച്ചെങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രസിദ്ധനായ ഭാവി വരന് കുറച്ചിലാണ്ടെന്ന് കരുതിയ. മതി മതി, വേഗം ഇറങ്ങാൻ നോക്ക്. കാത്തിരുന്ന് മുഷിഞ്ഞപ്പോ എന്നെ ഏൽപ്പിച്ചിട്ട് അമ്മാവൻ അങ്ങ് പോയി. ഇനിയും താമസിച്ചാ ഞാനും പോകും. ചൂടാവാതെന്റെ വക്കീൽ സാറേ. വാ വാ. തമ്പുരാട്ടി തിരുമനസ് എന്താ മൗനവ്രതത്തിലോ മറ്റോ ആണോ? ഭരതേട്ടന്റെ ചിരിയും കളിയൊക്കെ കൊള്ളാം. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് നിങ്ങളോട്. പറയേ. വെറുപ്പാണോ, വൈരാഗ്യമാണോ, പ്രതിഷേധമാണോ? എന്തോ ഒന്ന്. അല്ല ഭരതേട്ടാ, അറിയാൻ വയ്യാഞ്ഞ് ചോദിക്കുക. നല്ല പേരുണ്ടാക്കിക്കൊണ്ട് തന്നെ നല്ല കാശുണ്ടാക്കുന്ന എത്രയോ അഡ്വക്കേറ്റ്സ് ഉണ്ട്. ഉള്ള കൊള്ളരുതായ്മകൾക്കൊക്കെ കൂട്ടുനിന്നിട്ടേ പണം ഉണ്ടാക്കാൻ പാടുള്ളൂ എന്ന് ഭരതേട്ടൻ എന്താ ശപഥം ചെയ്തിരിക്കുക? എന്താ മിണ്ടാത്തത്? മിണ്ടാ. എടി മണ്ടൂസേ, നന്മയും പറഞ്ഞ് നടക്കുന്നവന്മാരുടെ കയ്യിലേ ചക്രം കാണൂല. കള്ളക്കടത്തും കൊലയും തീവെട്ടിക്കൊള്ളയും നടത്തുന്നവന്മാരുടെ കയ്യിൽ ഇഷ്ടം പോലെ പണം. എന്തിലെങ്കിലും അകപ്പെട്ടാൽ അതിൽ നിന്നും തല ഊരാൻ, ആ പണം ചെലവാക്കാനും അവർക്ക് മടിയില്ല. അവന്മാര് പിടിച്ചു പറിച്ചുണ്ടാക്കുന്നത് ഞാൻ മാന്യമായി കോടതിയിൽ കേസ് പറഞ്ഞ് ഈടാക്കുന്നു. ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ പ്രൊഫഷൻ. അതിന് നീ എന്തിനാടി കരുതിക്കുന്നത്? ഇടയിലെന്തോ മാന്യതയുടെ കാര്യം പറഞ്ഞു. അതും പറഞ്ഞ് സ്വയം അങ്ങ് ഞെളിഞ്ഞാ മതി. ക്ഷമിക്കാൻ ഞാൻ. താലി കെട്ടാൻ പോണ ആളാണല്ലോ എന്ന് വെച്ച്. എന്നാലും ചോദിക്കട്ടെ, ഈ കുപ്പായം വലിച്ചെറിഞ്ഞ് വേറെ വല്ല പണിയും? വിട് വിട്, ആ ടോപ്പിക്ക് വിട്. എന്ത് നോട്ട്ബുക്ക് കൊണ്ടുവന്നോ? ഞാൻ പറഞ്ഞില്ല എനിക്ക് പഠിക്കാനുണ്ടെന്ന്. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ആ ഇന്ന് സിസിലി നേരത്തെ എത്തിയോ? ഇന്ന് എനിക്ക് ഫസ്റ്റ് അവർ ഉണ്ട്. ആ മോന് അസുഖം മാറിയോ? കുറവുണ്ട്. കൊടുക്കാനുള്ള മരുന്നെല്ലാം ഡേ കെയറിൽ ഏൽപ്പിച്ചിട്ടാ പോകുന്നത്. ഈ ഡേ കെയറിൽ ഏൽപ്പിക്കാതെ കുഞ്ഞിനെ നോക്കാൻ ഒരാളെ നിർത്തിക്കൂടെ നിനക്ക്? ആളെ കിട്ടാഞ്ഞിട്ടല്ലേ? പറ്റിയ ആരെങ്കിലും നീ സംഘടിപ്പിച്ചതാ? ഞാൻ ശങ്കരപ്പിള്ളിയോട് പറയാം. അങ്ങനെ എവിടെന്നെങ്കിലും ആളെ സംഘടിപ്പിച്ചു തരും. ആ നാളെ ഹോളിഡേ അല്ലേ? നീ വീട്ടിലേക്ക് വരുമോ? നാളെ ഞാൻ പുറത്തേക്കെങ്ങും ഇല്ല. മോന്റെ ബർത്ത്ഡേയാ. ആഹാ, എന്നിട്ടാ നീ ഇതുവരെ മിണ്ടാതിരുന്നത്? നമുക്ക് ഗംഭീരമായിട്ടൊന്ന് ആഘോഷിക്കണ്ടേ? എന്തേ? ആഘോഷിക്കാൻ പറ്റാത്ത ഒരു ജന്മദിനമാ അവന്റേത്. മോന്റെ രണ്ടാമത്തെ ബർത്ത്ഡേക്കാ അവന്റെ പപ്പ മരിച്ചത്. ബർത്ത്ഡേ കേക്കുമായി ബൈക്ക് വരുന്ന വഴി. ഐ എം സോറി, ഞാനത് ഓർത്തില്ല. ഓരോരിടത്തിൽ പുതിയച്ചുള്ളൊരു പാഴ്നാരും ഇലകളും അങ്ങിങ്ങായി. എന്താണ് ഓരോരിടത്തിൽ എന്ന് വെച്ചാൽ? ഇടത്തിൽ എന്നാൽ എന്താ സാർ? ഇടത്തിലല്ല, ഇടത്തിൽ. അതായത് ഇടത്തിൽ ഒരിടം. അത്ര മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അപ്പോ വാസവദത്തെ കാണാനായിട്ട് ഭിക്ഷു അവിടെ എവിടെയായി പൊതികൾ അഴിച്ചിട്ടിരിക്കുകയാണ്. പിന്നെയോ ആരോ നടന്നു കുഴഞ്ഞു വരുന്നുണ്ട്. ചാരത്തായ ആളൊരു ഭിക്ഷു എത്രേ. ചാരത്തെന്ന് വെച്ചാൽ ചാരം അരികത്ത് വെച്ചുകൊണ്ട് ഭിക്ഷു ഇങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞു വരികയാണ്. സാർ, ഒരു സംശയം. ഈ തവളയുടെ പര്യായം എന്താണ്? തന്റെ പേരെന്താ?
തോമസ് ഇട്ടി. ഇട്ടിവന്റെ ഫാദറിന്റെ പേരാണോ? അതാണ്. ആഹാ. അപ്പോ തവളയുടെ പര്യായം മണ്ടൂകം എന്ന് ഇട്ടി എന്നൊക്കെ പറയാം. അത് വേണ്ട കുട്ടാ. എന്റെ ക്ലാസ്സിൽ ഒറ്റ കുട്ടി പോലും ശബ്ദം ഉണ്ടാക്കാറില്ല. അതിന് മത്തായി സാറിന്റെ ക്ലാസ്സിൽ ആരെങ്കിലും ഇരുന്നിട്ട് വേണം. എന്നോട് തർക്കുത്തരം പറയാൻ തിരക്കുന്നാക്കുണ്ടല്ലോ. കുട്ടികളെ വലിയ പേടിയല്ലേ? പേടിച്ചിട്ടല്ല സാറേ, ആഹാ. ഞാൻ കുട്ടികളോട് വളരെ സ്നേഹത്തോടെ പെരുമാറുന്നത്. ആ. അവിടെ ചില കുസൃത്തനങ്ങളൊക്കെ ഞാൻ കടൽ നോക്കാറുമുണ്ട്. ആ, അതുകൊണ്ടാ കുട്ടികൾക്ക് സാറിനോടൊരു ബഹുമാനമില്ലാത്തത്. അതേസമയം എന്നെ നോക്ക്. അയ്യോ, മത്തായി സാറെന്ന് പറഞ്ഞാലുണ്ടല്ലോ. ആരടാ അത്? ആരടാ അത്? ദാ, സാറിനെ വിളിക്കുന്നു. ആ, എന്നെ ആവൂല, നമുക്ക് വേഗം നടക്കാം. പോട്ടെ. ആ. സാറൊന്ന് വായിച്ചു നോക്കണം. അല്ല, സാറെന്നെ ഉപദ്രവിക്കുകയാണോ? എന്താ അങ്ങനെ പറഞ്ഞത്? അതല്ല, സാറിന്റെ കവിത വൈരാഗ്യമുള്ള ആർക്കെങ്കിലും കൊടുത്താ പോരെ? അത്രയ്ക്ക് കളിയാക്കണ്ട. ആ, അത്രയ്ക്ക് മോശമൊന്നും ആവില്ല. അതെ. വായിച്ചു നോക്കണം. അല്ല, ഒരു കാര്യം ചെയ്യേ, വസ്തു ടീച്ചർക്ക് എന്നെ കൊടുക്ക്. അല്ല, അതാണല്ലോ പതിവ്. ടീച്ചറുടെ നല്ല അഭിപ്രായം കേട്ടാൽ സാറിന് സംസ്ഥാന അവാർഡ് കിട്ടിയതിന് തുല്യമായിട്ടുള്ള സന്തോഷമാണല്ലോ ഉണ്ടാവുക. അപ്പോഴേ എല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എന്താണ് വൈകിട്ട് കാണാം കേട്ടോ. എന്റെ എല്ലാ കവിതകളും ആദ്യം വന്നത് ടീച്ചറുടെ കയ്യിലാ. എന്നും അതങ്ങനെയായിരിക്കും നിർബന്ധമുണ്ട്. ഇതാ എന്റെ പുതിയ കവിത. ടീച്ചറുടെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണം പ്രിന്റ് ചെയ്യാൻ. അയ്യോ, എനിക്ക് അത്രയ്ക്ക് ആസ്വാദന ശേഷിയൊന്നുമില്ല. മാഷ് വായിക്കാൻ തരുന്നത് ഞാനൊന്ന് ഓടിച്ചു നോക്കുന്നു, അത്രേ ഉള്ളൂ. ആസ്വാദന ശേഷി നോക്കിയല്ല ഞാൻ. പറഞ്ഞോളൂ, എന്താ മാഷ് നിർത്തിക്കളഞ്ഞേ? ടീച്ചറിനെ തെറ്റിദ്ധരിക്കരുത്. എന്റെ കവിതകൾക്ക് പ്രചോദനം ടീച്ചറാ. ടീച്ചറുടെ സൗന്ദര്യം എന്ന് തന്നെ പറയാം. ഞാൻ ടീച്ചറുടെ ഒരു ആരാധകനാണ്. ആരാധന? അത് വേണ്ട മാഷേ, വേറൊന്നും കൊണ്ടല്ല. ഞാൻ മറ്റൊരാളുടേതാ. ഇന്നും ഇന്നലെയും തുടങ്ങിയൊരു ബന്ധമല്ലാതെ കുട്ടിക്കാലം തൊട്ടേ അതങ്ങനെയാ. വലിയവരാ നിശ്ചയിച്ചതെങ്കിലും കുട്ടികൾ ഞങ്ങൾ മറിച്ച് ചിന്തിച്ചിട്ടില്ല. ഞങ്ങൾ വളരും തോറും ആ നിശ്ചയവും വളർന്നിട്ടേ ഉള്ളൂ. മാഷിനറിയായിരിക്കും ആളെ. അറിയാം, വർമ്മ വക്കീൽ. എന്നിട്ടാണ് ഈ ആരാധനയൊക്കെ. ഞാൻ പോട്ടെ മാഷേ. അടുത്ത ആഴ്ച എനിക്ക് അവിടെ ഒരു വിസിറ്റ് ഉണ്ട്. അപ്പോൾ ഇതേപ്പറ്റി അന്വേഷിക്കാം, എന്നിട്ട് വേണ്ട ചെയ്യാം. ഇപ്പൊ പൊയ്ക്കോളൂ. സാർ, ആ KV തോമസ് വന്ന് വെയിറ്റ് ചെയ്യുന്നു. വരാൻ പറയൂ. ഓ, വന്നോളൂ. നമസ്കാരം. നമസ്കാരം. ഇരിക്കണം. ഇരിക്കണം. എന്താ കസേരയ്ക്കുള്ള തകരാറുണ്ടോ? ഓ, ഒന്നുമില്ല. പിന്നെ എന്താ വിശേഷിച്ച്? ഒന്നുമില്ല. ഒരു ചെറിയ കൂപ്പ് ലേലത്തിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് വെട്ടാനുള്ള അനുവാദം. ഫയൽ മേശപ്പുറത്തുണ്ട്. ഓർഡർ ആക്കാൻ വേണ്ട ഏർപ്പാട് ചെയ്യാം. വേറെ എന്തുണ്ട്? ഈ എടവപ്പാതിക്ക് മഴ തുടങ്ങുന്നതിന് മുമ്പ്. പറഞ്ഞല്ലോ. ഞാനിപ്പോ എന്തായി? ഫയൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഓർഡർ ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, തനിക്കുള്ളതും കൂടി ഇതിലുണ്ടോ? ആഹാ, ജോൺ സാറിന് നേരത്തെ വന്നോ? ട്രിബ്യൂണൽ കേസുണ്ട്. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ടൈപ്പിസ്റ്റ്, SC 63 കക്ഷിക്കുള്ള നോട്ടീസ് ടൈപ്പ് ചെയ്തു. കുറച്ച് താമസമുണ്ട്. അങ്ങനെ താമസിക്കാൻ പാടില്ല, ഉടനെ വേണം. ഇനിയും താമസിച്ചാൽ മേൽ നടപടി എടുക്കേണ്ടി വരും. ഓ, പിന്നെ എന്താ ഉണ്ണിത്താനെ ഓരോ ഉടക്ക്? ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഭാര്യയല്ലേ? അങ്ങനെ അങ്ങോട്ട് ചോദിക്കും സാറേ. അതെ, ഭാര്യയും ഭർത്താവും വീട്ടില്. ഇവിടെ ഞാൻ ഗുമസ്തൻ, നീ വെറും ടൈപ്പിസ്റ്റ്. കുടുംബവും തൊഴിലും നമ്മൾ കൂട്ടിക്കൊടക്കരുന്ന വർമ്മ സാറ് പ്രത്യേകം പറഞ്ഞിട്ടുള്ള. ഇവിടെ ഞാൻ പറഞ്ഞു കേട്ടാ മതി കേട്ടാ. അയ്യടാ, വീട്ടിലേക്ക് വാ, എന്റെ കിട്ടും. ഓരോരോ ജോലി ഒന്ന് ചെയ്താൽ മതി. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഉണ്ണിത്താൻ, ഇന്നത്തെ പോസ്റ്റിംഗ്സിന്റെ ഫയൽസ് എല്ലാം എടുത്തിട്ട് വാ. ട്രൈബ്യൂണലിൽ ആരാ പോകുന്നത്? ജോൺസൺ.
സാക്ഷികളെല്ലാം ഉണ്ടല്ലോ? ഉണ്ട് സർ. ഹലോ, യെസ് സ്പീക്കിംഗ്. ആ, 5-6 സാക്ഷികളല്ലേ ഇനി വിസ്തരിക്കാനുള്ളൂ. ആ കാര്യത്തിൽ പറയാനൊന്നുമില്ല. ആ ആ ദാറ്റ്സ് ഗുഡ്. ആ പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചതിലൊക്കെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ള കേസാ. എങ്ങനെയാണ് ഞാൻ ഇത്രയെങ്കിലുമൊക്കെ ഒപ്പിച്ചെടുത്തതെന്ന് യു നോ ബെറ്റർ ദാൻ മീ, അല്ലേ? ആ, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ആ പഴയ എമൗണ്ടിലൊന്നും കാര്യം ഒതുങ്ങില്ല. ഒരു 50% മോർ. ഇതിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? വല്ലവന്റെ കഴുത്ത് വെട്ടാൻ ചെല്ലുമ്പോൾ ഓർക്കണമായിരുന്നു. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എനിക്ക് തന്നെ ഫോണിൽ കൂടെ കേസ് പഠിപ്പിക്കാനൊന്നും ഒക്കില്ല. ഒരു 7 കിലോമീറ്ററല്ലേ ഉള്ളൂ. സൗകര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ. ഉണ്ണിത്താൻ സാർ, ആ ചെട്ടിയാരെ വിളിച്ചിരുന്നു. ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോഴാണ് അയാൾ വരുന്നതെങ്കിൽ മുഴുവൻ പണവും വാങ്ങിയിട്ട് പോസ്റ്റിങ്ങിനെ കുറിച്ച് സംസാരിച്ചാൽ മതി. ഗുമസ്തനുണ്ടോ സാർ? അല്ല, ആ സാക്ഷികള് ഗുമസ്തനെ അന്വേഷിക്കുന്നു. ആ ചെല്ല്. എന്തൊരു ശല്യം ഇത്. വിടന്നേ. എന്താ ഉണ്ണിത്താനത്? താമസിയെ ഞാനൊരു കേസ് പ്രതിയാണ് സാറേ. കൊലക്കേസിലാണോ? അല്ല, ഡൈവേഴ്സ് കേസിൽ. കൊള്ളാം. ഉണ്ണിത്താനെ സാർ, ഞാൻ വരുന്നു. ഓ, മോളെ, ഭരതൻ അവനാണെങ്കിൽ വെൽ സെറ്റിൽഡ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ്. പിന്നെ അതിൻ്റെ ജോലി, അത് വീട്ടിലിരുന്ന് ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഒരു ചടങ്ങ് എപ്പോൾ വേണേലും കളയാം. അപ്പോൾ പിന്നെ നിങ്ങളുടെ വിവാഹം ഉടനെ നടത്തിയാലോ? അച്ഛൻ അഭിപ്രായം ചോദിച്ചാണോ? എന്താ ചോദിച്ചൂടെ? എന്ത് കാര്യത്തിനാ അച്ഛൻ എന്റെ അഭിപ്രായം ചോദിച്ചിട്ടുള്ളത്? അല്ല, പരാതിയൊന്നുമില്ല. ഇതുവരെ എന്റെ കാര്യങ്ങളെ കുറിച്ചൊന്നും അച്ഛൻ എന്നെ ആലോചിക്കാൻ വിട്ടിട്ടില്ല. വേണ്ടതൊക്കെ അച്ഛൻ തന്നെ അറിഞ്ഞറിഞ്ഞ് ചെയ്തു. ആ കേട്ടോ അച്ഛാ, ചിലപ്പോ എനിക്ക് തോന്നും അച്ഛന്റെ മുന്നിലൊന്നും മുഖം വീർപ്പിച്ച് നിൽക്കാൻ അവസരം കിട്ടുന്നില്ലല്ലോ എന്ന്. സോറി മോളെ, അങ്ങനെ ഒരു അവസരം മാത്രം അച്ഛൻ മോക്ക് തരില്ല. ആ, പറഞ്ഞു വന്ന കാര്യം എവിടെയോ നിന്നുപോയതുപോലെ. ഞാൻ പറഞ്ഞുതരാം. ഭാരതം വെൽ സെറ്റിൽഡ് ആണ്. എന്റെ ജോലി എപ്പോ വേണമെങ്കിലും വലിച്ചെറിഞ്ഞു കളയാം. അടുക്കള ജോലിക്ക് ഞാൻ തയ്യാറാണോ എങ്കിൽ ഉടനെ വിവാഹം നടത്തണം. ഇതാണ് അച്ഛൻ ചോദിച്ചത്. കറക്റ്റ്. എന്നിട്ട് നീ മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ. മറുപടിയുടെ ആവശ്യമില്ലെന്നൊരു മറുപടി ഞാൻ പറഞ്ഞല്ലോ. അത് ശരി. ഹാപ്പി ബർത്ത്ഡേ. വാ. ആ മോനെ മോനെ മോനെ, ദേ ഇവിടെ ഒരു ഉമ്മ വന്നേ. ഇവിടെ ഒരു ഉമ്മതാ. ആ നല്ല കുട്ടി. നീയോ? എന്തിനാ വസുന്ധര ഇതൊക്കെ? ഒന്നും ആവശ്യമില്ലായിരുന്നു. എന്റെ സന്തോഷത്തിന് അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, സന്തോഷിക്കാൻ പറ്റാത്ത ഒരു... നീ എന്താ സിസിലി പറയുന്നത്? ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് വെച്ച് ജീവിതം മുഴുവൻ കരഞ്ഞു തീർക്കണമെന്നാണോ? രാജുവിന്റെ മരണത്തോടൊപ്പം എന്റെ ജീവിതം അവസാനിപ്പിച്ചെങ്കിലോ എന്ന് ഞാൻ ഓർത്തതാ. പക്ഷെ എന്റെ വിനു, അവന് ഞാൻ മാത്രല്ലേ ഉള്ളൂ. ഒക്കെ വിധിയെന്ന് സമാധാനിക്കുക സിസിലി. ആർക്കും അത് മനസ്സിലാവില്ല. എല്ലാം ഉപേക്ഷിച്ചാണ് രാജുവിന്റെ കൂടെ ഇറങ്ങി തിരിച്ചത്. ജാതിയുടെയും മതത്തിന്റെയും അതിരുവരമ്പുകൾ ഞങ്ങൾക്കിടയിൽ ഇല്ലായിരുന്നു. വിനു വളർന്നു വരുമ്പോ നിന്റെ എല്ലാ ദുഃഖവും മാറും. സോറി, ഹൃദയം തുറന്ന് ഇതൊക്കെ പറയാൻ മറ്റാരും എനിക്കില്ല. അതുകൊണ്ട് ഒരു നല്ല ദിവസമായിട്ട് നീ ഇങ്ങനെ കരഞ്ഞാലോ? അതൊക്കെ പോട്ടെ, എന്തായി നിന്റെ കാര്യം? മിക്കവാറും വെക്കേഷൻ ഉണ്ടാവും. അച്ഛന് നിർബന്ധം. ഓരോന്ന് പറഞ്ഞിരുന്ന് നിനക്കൊരു കാപ്പി തരാൻ വരെ മറന്നു. 2 മിനിറ്റ്. ആ നിക്ക്, ഞാനും വരാം. കാപ്പി മാത്രമല്ല, ഇന്ന് ഊണും കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. വിനുക്കുട്ടന്റെ ബർത്ത്ഡേ അല്ലേ? എന്റെ കോൺസെപ്റ്റിലുള്ളൊരു ഭാര്യ അങ്ങനെ തന്നെ വേണം. ഇഷ്ടപ്പെട്ട പുരുഷന് വേണ്ടി മതം മാറാനും വീട്ടുകാരെ ഉപേക്ഷിക്കാനും തയ്യാറാവുക. സിസിലി ഒരു നല്ല പെണ്ണ. അവളുടെ ഭർത്താവും അങ്ങനെയായിരുന്നു. കുടുംബത്തിനപ്പുറത്തേക്ക് ലോകം വെട്ടിപ്പിടിക്കാനുള്ള വ്യാമോഹമൊന്നും അങ്ങേർക്കില്ലായിരുന്നു. അത് നീ എന്നെ ഒന്ന് വാരിയതാണല്ലോ. സിസിലിയെ കുറിച്ച് ഓർത്തിട്ട് ഇന്നലെ ഉറങ്ങാനേ കഴിഞ്ഞില്ല. ഓർമ്മിക്കാൻ തുടങ്ങിയ ഒരുപാടുണ്ടാവും. കാലം മായ്ക്കാത്ത മുറികളില്ലെന്നല്ലേ പറയാറ്. നമുക്കിനി നമ്മുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. എന്താ? പിന്നെ ഞാനൊരു
കാര്യം പറയാൻ മറന്നു. ഉം. രസകരമായൊരു സംഭവം. എന്റെ ഒരു കൊളീഗുണ്ട്, വേണുഗോപാൽ, കവിയാ. എന്നെ കണ്ട അയാൾക്ക് അപ്പ കവിത എഴുതണം. എനിക്കും ആരാധകരൊക്കെ ഉണ്ട്. ഏതാവൻ വെറുതെ നടുറോടി കിടന്ന് തല്ലുകൊള്ളണ്ടെന്ന് പറഞ്ഞത്? അപ്പോഴേക്കും അങ്ങ് ചൂടായോ? എനിക്ക് ഭരതേട്ടന്റെ ഈ സ്വഭാവം പിടിക്കാത്തത്. ഒരാൾ 4 വരി കവിത എഴുതിയെന്ന് വെച്ച് വഴുതെന്നാണോ എന്റെ മനസ്സ്? ഭരതേട്ടൻ എന്നെ അങ്ങനെയാണോ കണക്കാക്കിയിരിക്കുന്നത്? അതുകൊണ്ടല്ല, വേറൊരാൾ നിന്നെ മോഹിക്കുന്നത് പോയിട്ട് നിന്നെ പറ്റി ചിന്തിക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. എനിക്കതറിയാം. എന്നേ ഞാൻ മനസ്സുകൊണ്ട് ഭരതേട്ടൻ്റെതായി കഴിഞ്ഞു. ഇനിയൊരു താലി, ആ കേസ് കഴിയട്ടെ, ഈ കേസ് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ താമസിപ്പിക്കുന്നതിന് ഞാനാ ഉത്തരവാദി? അവനെ വെട്ടിക്കൊന്നു. ചേട്ടാ, കോളേജിൽ നിന്ന് ഒരു ടൂർ പോകുന്നുണ്ട്. ഞാനോട് പൊയ്ക്കോട്ടെ? ചേച്ചിയോട് ചോദിച്ചോ? ഇല്ല. ചേച്ചി എവിടെ? കുളിക്കുക. ഓ, അവിടെ ഒടുക്കത്തെ കുളി. അല്ല, നിനക്ക് എന്നാ പോണ്ടേ? നാളെ. ആരും എങ്ങും പോകുന്നില്ല. ചേട്ടന് മോക്കുവേ താൻ തോന്നിത്തരം കാട്ടാനല്ല എന്റെ അച്ഛൻ ഇത്രയും ശ്രീധരനെ തന്നെ എന്നെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടത്. ഒരു സിനിമയ്ക്ക് പോലും എന്നെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് നേരമില്ല. പുന്നാര പെങ്ങൾക്ക് ടൂറായി, എക്സ്കർഷനായി. അവൾ എവിടെ പോയാലും നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല. അവൾക്കതിനുള്ള വിവരമുണ്ട്. അപ്പോ എനിക്ക് വിവരമില്ല. ഞാൻ പോയ പ്രശ്നമാവുന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? നീ പോയ എന്റെ പ്രശ്നമില്ലടി. ഞാൻ എന്റെ വീട്ടിൽ പോകും. നോക്കിക്കോ, ചേട്ടനും അനിയത്തിയും കൂടെ അങ്ങ് പുറത്തോ. ഓ, രക്ഷപ്പെട്ടു എന്റെ ഗുരുവായൂരപ്പാ. നീ 2 ദിവസം ടൂർ പോയിക്കോ. അതൊക്കെ അങ്ങനെ കിടക്കും. പോയിക്കോ. എല്ലാവരും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വണ്ടിയെല്ലാം സെൻട്രൽ കൂടെ കൊണ്ടുപോയിക്കോ. ഓ മുതലാളിയാ. വരണ്ട്. നമസ്കാരം. നമസ്കാരം. എന്താ? തമ്പുരാൻ, ദയവായി ഈ പ്രാവശ്യം എനിക്ക് മാപ്പ് തരണം. മാപ്പോ? എന്തിന്? ആ ഓർഡർ പിൻവലിക്കുന്നതിന് DFOയ്ക്കും മറ്റും എതിർപ്പുണ്ടാവില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു കൂപ്പ് കൊട്ടാനുള്ള ലൈസൻസ് എടുക്കുക, എന്നിട്ട് കാടായ കാടൊക്കെ വെട്ടിവെക്കുക, ചന്ദനത്തടി ആനക്കൊമ്പും കടത്തുക, എന്നിട്ട് എന്റെ വിഹിതം മറ്റുള്ളവർക്കും കൊടുക്കുക. ഈ നാട്ടിലിത് വ്യാപകമായി നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാനൊരുത്തിനും വിചാരിച്ചാൽ ഇത് തടയാൻ സാധിക്കില്ലെന്നും എനിക്കറിയാം. പക്ഷെ ഞാനിവിടെ ഇരിക്കുന്നിടത്തോളം കാലം എന്റെ അധികാരപരിധിക്കുള്ളിൽ നടക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എങ്കിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന ലോറികളെങ്കിലും. കള്ളത്തടി കയറ്റിയ ലോറി എങ്ങനെയാ വിട്ടുതരാ? വെട്ടുകാർക്ക് അബദ്ധം പറ്റിപ്പോയതാ. അവർക്കത് അറിയില്ലായിരുന്നു. എങ്കിൽ അതിനൊരു തീരുമാനം ഉണ്ടാകട്ടെ. അതുവരെ ലോറിയും തടികളും കസ്റ്റഡിയിൽ തന്നെ ഉണ്ടാവും. മിസ്റ്റർ തോമസിന് പോവാം. ഓ, ഇതിപ്പോഴല്ല, വളരെ നേരത്തെ ആലോചിക്കണമായിരുന്നു. അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇനി നടക്കാൻ പോകുന്ന എന്താണെന്ന് നോക്കാം. ഇതിനേക്കാൾ വലിയ കൊമ്പന്മാരെ വീഴ്ത്തിയിട്ടുള്ളതല്ലേ നമ്മള്. പക്ഷെ ഇവന് ഒരു കുലുക്കവുമില്ല. ഞാൻ ചെന്ന് കാലി പിടിക്കാത്ത കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ആ കുറുപ്പിന്റെ ബുദ്ധിയും കൂടെ ചേർന്ന് വർക്ക് ചെയ്യട്ടെ എന്ന് കരുതിയാ വിളിച്ചു പറയുന്നത്. ഞാൻ ആ AP MLA നോക്കി ഇവിടെ ഇരിക്കുക. അയാളിൽ എന്താ പുറത്തുനിന്ന് നോക്കട്ടെ. ആ എഴുന്നള്ളിയോ? എടോ, തന്നെയൊക്കെ ഈ MLA വേഷവും കെട്ടിച്ച് അങ്ങ് തലസ്ഥാനത്തോട്ട് കെട്ടിയെടുപ്പിച്ച് വിടുന്നത് എന്തിനാണെന്നാ വിചാരം? അല്ല പറയേ. നാടിന്റെ ക്ഷേമല്ലേ? നാടിന്റെ ക്ഷേമം ഒലക്കട മൂട്. കൊല്ലത്തിലെ 3 തെരഞ്ഞെടുപ്പ് വരും. ലക്ഷം കൂടെ കോടി കൂടെ എന്ന് പറഞ്ഞ് വരുമ്പോ അടുക്കി കെട്ടി ബ്രീഫ് കേസിൽ വെച്ചാ കൊടുക്കുന്നത്. നാടല്ലേ നാട്. മോടെ കല്യാണം, മോന് ഫിലാഡൽഫിയായി പോയി പഠിച്ചാലേ പഠിപ്പ് വരത്തുള്ളൂ. ത്തിനും വാരി വിതറുന്നത് തോമസിനെ പോലുള്ള 3-4 പേരുടെ പച്ച കറൻസി. താനേ ഞങ്ങളുടെ ക്ഷേമം അന്വേഷിച്ചാ മതി. നാട് താൻ തൊലിച്ചാലൊന്നും തൊലിയാൻ പോണില്ല. ആ ഉപവിഷ്ടനാവൂ. ഇരിക്കണോ? എടോ, 10 ലോറിയും തടിയും ഈ തോമസിന് പുല്ല. പക്ഷെ തിരിച്ചു കിട്ടണം. എന്നിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് വെണ്ണീറാക്കിയാൽ എനിക്കൊരു ചുക്കം വരാൻ പോകുന്നില്ല. എന്റെ പ്രശ്നത്തിന്റെ പ്രശ്നമാണ്. ആ കളക്ടർ കസേരയിൽ ഒരുത്തിന് ഇരിപ്പുണ്ടല്ലോ. താൻ എന്താ ഞൊട്ടുന്ന വെച്ചോ? ഞൊട്ടിയിട്ട് വാ. പോ, മിണുങ്ങിക്കൊണ്ടിരിക്കുന്നു. എഴുതി പോടോ.
ഇതാരും MLA സാറോ? എന്താ ഈ വഴിക്കൊക്കെ? ഈ വീട്ടിലേക്ക് ഈ ഒരു വഴിയല്ലേ ഉള്ളൂ. അല്ല, അടുത്ത കാലത്തൊന്നും കാണാനില്ലായിരുന്നു. വനവാസായിരുന്നു, വേട്ട, കഞ്ചാവ് വേട്ട. ഓഹോ, നമ്മുടെ വനങ്ങളൊക്കെ കഞ്ചാവ് തോട്ടങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാ മന്ത്രി സമ്മതിക്കണ്ടേ? ആ പിന്നെ കാണിച്ചു കൊടുക്കാന്ന് വെച്ചു. പത്രക്കാരും കണ്ടോ? ഇല്ല, അതിന് കാണാനുള്ള സാവകാശം അവര് കാണിക്കണ്ടേ? MLA മുണ്ട് കാണിക്കാൻ തുടങ്ങിയപ്പോഴേ മന്ത്രിയും പത്രക്കാരും കണ്ണടച്ചു എന്ന് കേട്ടു. പതിവനുസരിച്ച് പൊക്കിപ്പോയതാ നിയമസഭയെന്ന് വിചാരിച്ചു. ഓ, ആ തമ്പരാനില്ലേ? ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയുള്ളൂ. എന്താ വിശേഷിച്ച്? ഒരു അത്യാവശ്യ കാര്യം, നേരിട്ട് കാണണം. ഇരിക്കാം. ഹേയ്, ഇരിക്കാനൊന്നും നേരമില്ല. ഇന്ന് തന്നെ തലസ്ഥാനത്ത് പോയി മുഖ്യനെ കാണണം. ഒരു മുഖച്ഛായയുടെ പ്രശ്നമുണ്ട്. ആ തമ്പര ഏത് വഴിക്കാ പോയത്? നേരെ. ഞാൻ കണ്ടോളാം. ഇന്ന് മിക്കവാറും മുഖച്ഛായ മാറും. ഗുഡ് ഈവനിങ് സാർ. ആഹാരത് MLAയോ? അസംബ്ലിയിലെ പ്രസംഗം കസറി പത്രത്തിൽ വായിച്ചു ഞാൻ. അഴിമതിക്കെതിരായി ഇതുപോലൊരു ഉഗ്രൻ പ്രസംഗം ഈ അടുത്ത കാലത്തെങ്ങും ഉണ്ടായിട്ടില്ല. നിങ്ങളെപ്പോലൊരു 10 പേരുണ്ടായെങ്കിലെന്ന് ആഗ്രഹിച്ചു പോവാണ് ഞാൻ. നമ്മുടെ നാട് നന്നാകും, അഴിമതി പമ്പ കിടക്കും. പക്ഷേ ഈ പറയുന്നത് പോലെ ഇവിടെ ആരും പ്രവർത്തിക്കാറില്ലെന്നതാണല്ലോ ഈ നാടിന്റെ ഏറ്റവും വലിയ ശാപം. MLA ഏതിനത്തിലാ? ഞാൻ 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 വരട്ടെ സാർ. അല്ല, എന്തോ പറയാൻ വന്ന പോലെ തോന്നി. അത് ആ KV തോമസിന്റെ കേസിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവരെന്ന് പറയാൻ വന്നതാ. ആഹാ, അത് നല്ല കാര്യം. എന്നാലും ഞാൻ വരട്ടെ. വണ്ടി ഇരിക്കാ. ആ വാസന്തി, ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാം. എന്തിനെങ്ങനെയായിരുന്നു വിളിച്ചു പോകുന്നത്? എന്താ ഇന്ന് പതിവില്ലാതെ അമ്പലത്തിലേക്ക്? ഇതെന്താ മടിയില്? അത് നേർച്ച സാധനം. പിടിക്കരുത്, പിടിക്കരുത്, ബലം പിടിക്കരുത്. ഇതാണോ നേരത്തെ സാധനം? നിന്റെ അച്ഛന് മുത്തപ്പന്, പഴശ്ശിനിക്കടവിലെ മുത്തപ്പന് കള്ളോക്കിൽ അവിടെ നേർച്ച കൊടുക്കുന്നത്, അതുപോലെ നിന്റെ അച്ഛന് കൊടുക്കാൻ വേണ്ടിയാണ് എന്റെ പൊന്നു മോള്. മനസ്സിലായി മനസ്സിലായി. എന്നെ പോലെ ഐശ്വര്യമുള്ളൊരു പെണ്ണിനെ സൃഷ്ടിച്ചതിനുള്ള ദക്ഷിണയായിരിക്കും. ഇല്ല ഇല്ല, ശകലം തെറ്റി. ഇനി ഇതുപോലെ ഐശ്വര്യമുള്ളൊരു പെണ്ണിനെ സൃഷ്ടിക്കല്ലേ എന്നുള്ള പ്രാർത്ഥനയുള്ളൂ എന്റെ ഗുരുവായൂരപ്പ. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. ഒരു നല്ല കാര്യത്തിന് പോകുമ്പോൾ അവളെ ചൂടുമായിട്ടുള്ള ശകുനം. ചേട്ടന് അടിയിട്ടാതിരിക്കാൻ ഞാനെടുത്ത് മാറ്റിയതാ. മരുമോനെ, നീ ഒന്നല്ല 100 പറഞ്ഞോടാ മരുമോനെ. അത് നക്കാനുള്ള അത്യാവശ്യം ഉണ്ടോ പറഞ്ഞതല്ലേ? എന്നാ കേട്ടോ, ഈ സാധനം ഇടയ്ക്കിടയ്ക്ക് അമ്മായച്ചന്റെ വായിൽ ഒഴിച്ചു തരുന്ന എന്തിനാണ് അറിയാമോ അമ്മായച്ച? അതെ, ഇത് കഴിച്ച് ഫിറ്റായി മരണപെപ്രാളം കൊണ്ട് അമ്മായച്ചൻ എന്റെ മോളെ കാണണം, എന്റെ മോളെ കാണണം എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കരഞ്ഞിട്ട് പിഴ കിട്ടുന്നില്ലല്ലേ? അമ്മായച്ചന്റെ മോളുള്ള സ്നേഹം കൊണ്ട് പറയുമ്പോ അവളൊരു 10 ദിവസം ഇവിടെ കൂടെ നിർത്തണം. എനിക്ക് സ്വൈര്യമായി ജീവിക്കണം അമ്മാച്ച. ഏറ്റു. എന്നാ അമ്മായച്ചന് വേണ്ടി നീയൊരു ഉപകാരം ചെയ്യൂ. എന്റെ അമ്മായച്ചന് വേണ്ടി ഞാൻ മരിക്കും. എന്നെ വാസന്തിയാണ് സത്യം. എന്നാലൊരു കണ്ടീഷൻ. നിന്റെ അമ്മായിമ്മ ഒരു 10 ദിവസം അവിടെ കൊണ്ടു നിർത്തൂ. ഒരു 10 ദിവസത്തേക്ക്. എനിക്കൊന്ന് വിലസനടാ മരുമോന്. ഈ വയസ്സുകാലത്തോ? വയസ്സോ? ആർക്കാ? ബാലനര. മാർക്കണ്ടേനെ കേട്ടിട്ടുണ്ടോ? എന്നും 16 വയസ്സാ. മരക്കണ്ടേടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങോട്ട് മാറിയിരിക്കണോ? പറ്റൂ. ആ വഴി കൊടുത്തില്ലേ? അങ്ങോട്ട് മാറിയല്ലേ? എല്ലാവരോടും നിൽക്കാൻ പറയും. എന്ന് വെച്ചാ ആരും അകത്തേക്ക് വരണ്ടാന്ന്. ആരും മുന്നോട്ട് കിടക്കണ്ട, ഇവിടെ നിന്നാ മതി. ഇരിക്കണം. താങ്ക് യു സാർ.
ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാനാണ് വന്നത്. ഭരിക്കുന്നവരെ ഭരിക്കുന്ന ഒരു വർഗം ഈ നാട്ടിലുണ്ടെന്നുള്ളത് ഈ ഞാനോ നിങ്ങളോ നിശ്ചയിച്ചിട്ട് കാര്യമില്ല. പല ചരടുകളിലും തൂങ്ങിയേ ഏത് ഭരണകൂടത്തിനും അസ്തിത്വമുള്ളൂ. ഭരണയന്ത്രത്തിന്റെ ഒരു ഘടകം തന്നെയാണ് ജില്ലാ സംവിധാനവും. ചരടുകൾ എനിക്കും ബാധകമാണെന്ന് അങ്ങ് ഓർമ്മിപ്പിച്ചതിന് നന്ദി. പക്ഷേ മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ടുള്ള ഒരേർപ്പാടിനും കൂട്ടുനിന്ന് പരിചയമില്ല എനിക്ക്. കളക്ടർ ആദർശങ്ങളെ ബലികരിക്കാൻ പറയാൻ മാത്രമുള്ള നീചത്തരമൊന്നും ഞാൻ കാട്ടില്ല. അല്ലാതെ തന്നെ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. ഒരു മാസത്തേക്ക് ഒരു അവധി. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ നമുക്ക് എനിക്കിപ്പോ അവധി ആവശ്യമില്ല സാർ. എന്നാൽ അതിനും വഴിയുണ്ട്. എന്തെങ്കിലും ചെയ്തെന്ന മനസാക്ഷിക്കുത്തിന്റെ പ്രശ്നം പോലും വരുന്നില്ല. നിങ്ങൾ ആവശ്യപ്പെടുന്ന ജില്ലയിലേക്ക് ഒരു സ്ഥലമാറ്റം തന്നേക്കാം. ഈ ഇഷ്യൂ ക്ലിയർ ആയി കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ. പാവകളി അല്ലേ സാർ? സ്ഥലം മാറ്റം സ്വീകരിച്ചു കൊള്ളണമെന്ന് നിർബന്ധമില്ലല്ലോ. ചില നിയമങ്ങളും കോടതിയുമൊക്കെ ഇല്ലേ നാട്ടിൽ? അപ്പോ നിങ്ങൾ ഉടക്കാൻ തന്നെയാണോ ഭാവം? അതങ്ങ് ചെയ്തു കൊടുക്കുന്ന നിങ്ങൾക്ക് എന്താ ഇത്ര നോവ്? 200 ഏക്കർ സ്വന്തം ഭൂമി കുടിയാന്മാർക്ക് സ്വന്തം കൈപ്പടയിൽ പട്ടയം എഴുതി കൊടുത്ത പഴയ തഹസീൽദാരാണ് സാർ ഞാൻ. അന്ന് എനിക്ക് നൊന്തില്ല. പക്ഷെ ഇന്ന് സോറി സാർ, എന്നെ പോകാൻ അനുവദിക്കണം. അതൊന്നും നിങ്ങൾ അറിയണ്ട. കുറ്റം ഏറ്റു പറയാൻ ഒരാളെ ഇങ്ങ് തന്നേക്ക്. ബാക്കി കാര്യം ഞാൻ ഏറ്റു. അഥവാ ആളില്ലെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഉണ്ടാക്കാം. എന്നാ ശരി, ഓക്കെ. വരണം. കുറെ നാളായല്ലോ ഗ്രൂപ്പിനെ കണ്ടിട്ട്. വക്കീൽ സാറിന് അറിയില്ലേ തോമസിനെ? അതെന്തൊരു ചോദ്യ? തോമാച്ചനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ആരായാള്? ഒന്ന് വിഷയെന്നേ. ഞാൻ തോമസ്, ഒരു പാവപ്പെട്ട കോൺട്രാക്ടറാ. 5 റേഞ്ച് ചാരായവും ഒരു ചെറിയ കൂപ്പും ഉണ്ട്. പിന്നെ കോവളത്തൊരു കൊച്ചു സ്റ്റാർ ഹോട്ടൽ. ഊട്ടി. തന്റെ എൻകംബറൻസ് ഒന്നും എനിക്ക് കേൾക്കണ്ട. വന്ന കാര്യം പറയണം. എന്റെ 10 ലോറിയും തടിയും കസ്റ്റഡിയില്ല. കള്ളത്തടി തന്നെ സാധനം. ഇതിനിടെ കൂപ്പുവിട്ടിന് സ്റ്റേയും വീണു. ഇവിടെ ഒരു കളക്ടർ ഉൾപ്പെടല്ലോ ആ APN. അയ്യോ തോമസ്, തമ്പുരാൻ വക്കീൽ സാറിന്റെ. പറയണം. ഇവിടുത്തെ കളക്ടർ തിരുമനസ് ഒന്ന് കണ്ണടച്ചാ മതി, എല്ലാം ശുഭം. പക്ഷെ അടയ്ക്കണമല്ലോ, അവിടെ ആ പ്രശ്നം. മുഖ്യമന്ത്രി വരെ ഇടപെട്ടിട്ടും നടക്കാത്ത കേസാ. ഇവിടുന്ന് അതൊന്ന് പറഞ്ഞ് പരിഹരിച്ചു തരണം. അമ്മാവാ, കുഞ്ഞുണ്ണി അമ്മാവാ. ഓ, ഒരു ഗ്ലാസും 2 സോഡയും. ഇന്നും നേരത്തെ തുടങ്ങാനാണ് ഭാവം. ശരി. അല്ല, രാത്രി കഴിക്കാനെന്താ? എനിക്കിന്നൊന്നും വേണ്ട.
ഇങ്ങനെ പട്ടിണി കിടക്കാൻ വേണ്ടി ഇവിടെ അമ്മാൻ പോ. ഞാനങ്ങ് പോയേക്കാം. എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. ആത്മഹത്യക്ക് പകരം വല്ല പോലീസിലോ പട്ടാളത്തിലോ ചേരാന്ന് വെച്ചാൽ അതിന്റെ പ്രായവും കഴിയും. മുഖ്യമന്ത്രി എന്നല്ല, പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ പോലും എന്റെ മനസാക്ഷിക്കെതിരെ ഞാൻ പ്രവർത്തിക്കില്ല. അതുകൊണ്ട് വരുന്ന എന്ത് ഭവിഷ്യത്തും നേരിടാൻ ഞാൻ തയ്യാറാണ്. കേസ് ഞാൻ ഏറ്റെടുത്ത സ്ഥിതിക്ക് നമുക്ക് കോടതിയിൽ വെച്ച് കാണാം. ഏറ്റെടുക്കുന്ന കേസുകൾ ജയിക്കണമെന്ന വാശിയുണ്ട് എനിക്ക്. ചെയ്യുന്ന ജോലി സത്യസന്ധമായി തന്നെ ചെയ്യണമെന്ന വാശി എനിക്കുമുണ്ട്. ഈ കേസിൽ വെറുതെ തോൽക്കാൻ വേണ്ടി അമ്മാവൻ കോടതിയിലേക്ക് വരരുത്. ഇതൊരു അപേക്ഷയാണ്. അപേക്ഷയുടെ സ്വരത്തിൽ ഭീഷണി മുഴക്കാനും വക്കീൽ സാറിനറിയാമല്ലോ. വ്യാജരേഖകളും സാക്ഷികളെയും നിരത്തി അസലായി നുണ പറയാൻ കഴിവുള്ള നീ ചിലപ്പോ ഈ കേസിൽ ജയിച്ചെന്ന് വരില്ല. ജയിക്കാൻ വേണ്ടി എനിക്ക് പലതും ചെയ്യേണ്ടതായി വരും. അതൊക്കെ അമ്മാവനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആ സ്റ്റേ ഓർഡർ പിൻവലിക്കാൻ പറഞ്ഞത്. നിന്റെ ലക്ഷ്യം പണം മാത്രമാണ്. രാജ്യസ്നേഹിയായിരുന്ന ദേവരാജന്റെ മകൻ പണത്തിന് വേണ്ടി ഇത്രയ്ക്ക് തരം താഴണോ? രാജ്യസ്നേഹി രാജ്യത്തെ മൊത്തം അങ്ങ് സ്നേഹിച്ചപ്പോ സ്വന്തം കുടുംബത്തെ സ്നേഹിക്കാൻ മറന്നുപോയ സാധു മനുഷ്യൻ. കൂടെ നിഴൽ പോലെ നടന്നിരുന്ന ചങ്ങാതിമാർ ഉള്ള മുതൽ മുഴുവൻ തട്ടിച്ചെടുത്തപ്പോഴും ഒരക്ഷരം മിണ്ടാതിരുന്ന മഹാമനസ്കൻ. അവസാനം സർക്കാർ കനിഞ്ഞു നൽകിയ പെൻഷൻ കുടുംബ ചെലവിന് പോലും തികയാതെ വന്നപ്പോ സ്വന്തം മകന്റെ ഫീസ് കൊടുക്കാൻ കഴിയാതെ പലപ്പോഴും കണ്ണു നിറഞ്ഞിട്ടുള്ള എന്റെ അച്ഛൻ. സമ്പന്നമായിരുന്ന മംഗലശ്ശേരി കോവിലകത്തിന് അതില്ലാതായപ്പോ അനുഭവിക്കേണ്ടി വന്ന അവഗണന, കഷ്ടപ്പാടുകൾ ഒന്നും ഞാൻ മറന്നിട്ടില്ല. ഇപ്പൊ രാജ്യസ്നേഹി എന്ന് പാടിപ്പുകഴ്ത്തുന്ന അമ്മാവൻ പോലും പണം ഇല്ലാതായപ്പോ എന്റെ അച്ഛനെ തള്ളി പറഞ്ഞിട്ടില്ലേ? കാര്യപ്രാപ്തി ഇല്ലാത്തവനെന്ന്, പിടിപ്പ് ദോഷമുള്ളവനെന്നൊക്കെ. ഞാൻ അമ്മാവനെ കുറ്റപ്പെടുത്തിയതല്ല. പണത്തിന്റെ ശക്തി എന്താണെന്ന് അനുഭവങ്ങളാണ് എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തരം താഴാതെ തന്നെ ഞാൻ പണം ഉണ്ടാക്കും. പഠിച്ച തൊഴിൽ മാന്യമായി ചെയ്തുകൊണ്ട്. അതെ, പഠിച്ച തൊഴിൽ മാന്യമായി ചെയ്തുകൊണ്ട്. പക്ഷേ നിനക്കത് പലപ്പോഴും നഷ്ടപ്പെടുന്നു. ഒരു അഡ്വക്കേറ്റിന്റെ മാന്യത വർദ്ധിക്കുന്നത് അയാൾ വാദിക്കുന്ന കേസിന്റെ വിജയത്തിലാണ്. ആ മാന്യത എനിക്കിന്ന് വേണ്ടുവോളുണ്ട്. ദേവിയത് അമ്മാവൻ ഇതിനൊന്നും ഒരു വിലങ്ങ് തടിയാവരുത്. തോൽക്കാതിരിക്കാൻ നീ ശ്രമിക്കുക, ജയിക്കാൻ ഞാനും. ബന്ധങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല. ഓഹോ, അമ്മാവൻ മൂലം ഈ കേസിൽ എനിക്ക് എന്തെങ്കിലും പരാജയം സംഭവിച്ചാൽ ചില ബന്ധങ്ങൾക്ക് ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടി വരും. മനസ്സിലായില്ല? അമ്മാവന് മനസ്സിലായി. മനസ്സിലായില്ല എന്ന് നടിക്കുകയാണ്. ചില ബന്ധങ്ങൾ എന്ന് ഞാൻ പറഞ്ഞത് ചുവന്ന മഷി കൊണ്ട് അടിവരയിട്ടുള്ളൂ. ഹലോ തോമാച്ചാ, നമ്മുടെ കളക്ടർ രാജിവെച്ചു. കുറുപ്പേ, അവൻ രാജിവെക്കും. അവൻ കളിക്കുന്നത് ഈ തോമസിനോടാ. ഇല്ല, ഞാൻ വരുന്നില്ല. How we used to talk, no, we'd stay on the phone at night till dawn. Do you remember all the things we said? Like I love you so I'll never let you go. Do you remember back in the spring
ചെയ്തതെന്ന് എനിക്ക് ഇനിയും മനസ്സിലായില്ല. വയസ്സായില്ലേ മോളെ, ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ ചുമരിൽ വെച്ചുകൊണ്ട് നടക്കാൻ ശേഷി പോരാ. ഒരു രാത്രി കൊണ്ടായിരിക്കും അച്ഛന് വയസ്സായതും ശേഷി കുറഞ്ഞതും. അതല്ല, കുറെ നാളായി തോന്നി തുടങ്ങിയിട്ട്. ഒരു ഉദ്യോഗം ഭരിച്ചിട്ട് വേണോ മോളെ നമുക്ക് ജീവിക്കാൻ? അച്ഛനിങ്ങനെ ഒളിച്ചു കളിക്കേണ്ട കാര്യമൊന്നുമില്ല. എട്ടും പൊട്ടും തിരിയാത്ത പെണ്ണല്ല ഞാൻ. എനിക്കെല്ലാം അറിയാം. അനന്തരവന് ജയിക്കാൻ അമ്മാവൻ തോറ്റുകൊടുത്തു എന്ന് പറയുന്നതല്ലേ അതിന്റെ സത്യം? ഇത് തോൽവിയല്ല മോളെ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. എല്ലാവരുടെയും നന്മയാണ് എന്റെ ലക്ഷ്യം. ക്ഷമിക്കണം അച്ഛാ, ഇതിനോട് യോജിക്കാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾ പൊയ്ക്കോ. ശരി, വാ, കേറ്. പൊയ്ക്കോളൂ. എനിക്കൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോകാനുണ്ട്. ഞാൻ കൊണ്ടാക്കാം. വേണ്ട, ഞാൻ ലേറ്റ് ആവും. വസുന്ധരെ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പറഞ്ഞോളൂ. നടുറോഡിൽ വെച്ച് പറയാനുള്ള കാര്യങ്ങളല്ല, അല്പം സാവകാശം വേണം. എങ്കിൽ പിന്നീടാവും. ആ, സിസിലിയോ? നീ എന്താ ഈ നേരത്ത്? ഓ, നിന്നെ ഒന്ന് കാണാൻ. മോനെ വിളിക്കാൻ പോകുന്ന വഴി നിന്നെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. എന്തു പറ്റി? രാവിലെ ഒരു ഓഫ് മൂഡ്. വിഷമിക്കാനൊന്നുമില്ലെന്നേ, ഒക്കെ ശരിയാവും. നിന്റെ വിഷമം എന്തെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സ്നേഹിച്ച പുരുഷനും പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും ഇടയിൽ തീ തിന്നവളാ ഞാൻ. അത്രയ്ക്കൊന്നുമില്ലല്ലോ നിന്റെ വിഷമം. ശരിയാ, പക്ഷെ അച്ഛൻ എനിക്കെല്ലാമാണ് സിസിലി. അച്ഛന്റെ ഒരു വേദനയും എനിക്ക് സഹിക്കാനാവില്ല. വർമ്മ സാറ് ആരുമല്ലെന്നാണോ? എന്നല്ല, എനിക്കൊന്നും അറിയില്ല. വർമ്മ സാറിന്റെ മനസ്സ് മുഴുവൻ നീയല്ലേ? എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളൂ. സ്നേഹം, ഒരുതരം പൊസസീവ്നെസ്. വേണ്ട, അതും ഇതും ചിന്തിച്ച് കൂടുതൽ മൂഡ് ഓഫ് ആണ്ട. റെഡിയാവ്, നമുക്കൊന്ന് പുറത്തു പോകാം. ഒരു ചെറിയ ഷോപ്പിംഗ്, പിന്നെ ഡേ കെയറിൽ നിന്ന് മോനെയും കൂട്ടി വീട് വരെ. എഴുന്നേൽക്ക്. വാ. ശരി, ഞാൻ വരാം. മോനെ ഒന്ന് കാണാലോ. അവന്റെ കുസൃതി കണ്ടോണ്ടിരുന്ന സമയം പോണത് അറിയില്ല. കോവിലകത്തും ഒരു തമ്പ്രാൻകുട്ടി വേണ്ടടോ, ഒരു കുസൃതി. വേഗം അതിനുള്ള വഴി നോക്ക്. ഇതാ വരുന്നു, 5 മിനിറ്റ്. നിനക്കുട്ടാ മോനെ, വാ. ടീച്ചറിന് എന്തൊക്കെയാ പഠിപ്പിച്ചേ? പുതിയ ഡ്രസ് എടുത്തിട്ടുണ്ട് കേട്ടോ. തൊപ്പി.
തട്ടിയപ്പോ നിനക്ക് രണ്ടിനെ തട്ടാൻ മേലാജോടാ കഴിവേറി. അപ്പന്റെ വർത്താനം കേട്ടാ തോന്നും ഞാനങ്ങാണ്ട് മനഃപൂർവ്വം തട്ടിയതാണെന്ന്. എടാ കള്ളു കുടിക്കുന്ന നിന്റെ അമ്മയുടെ നെഞ്ചത്ത് വണ്ടി കയറ്റാനല്ല, മൂക്കറ്റം പട്ടയടിച്ച് വണ്ടതറയെ കള്ളത്തലയെ കയറ്റി ചുര ഇറങ്ങി വന്നിട്ടുള്ളവരായി ഞാൻ ഒരുത്തന്റെ പുറത്ത് വണ്ടി കേട്ടിട്ടില്ല. കേട്ടിട്ടുണ്ടെങ്കിൽ അതിന് സാക്ഷിയില്ല. കാര്യം അറിയാതെ അപ്പൻ ചൂടാവരുത്. എന്റെ തോമാച്ച അതിന് താൻ ഇങ്ങനെ ചൂടാവണെന്തിനാ? ചെറുക്കനൊരു കയ്യാബദ്ധം പറ്റി, ആ പെണ്ണ് ചത്തും പോയി, ബാക്കി കാര്യം നോക്കാന്ന്. എന്നാലും ഇടിവെട്ടിയെടുത്ത് പാമ്പ് കടിച്ചല്ലോ കുറുപ്പേ. ആ നെറിയട്ടവന്റെ മകളല്ലേ സാക്ഷി. തന്തയുടെ കൂടെ അവളെ കാട്ടിയാലോ? ഈ തന്തയില്ലാത്തവരെ അവളെ കാണുകയും ചെയ്തു. ഒക്കെ വഴിയുണ്ടെന്ന്. ഇതിലും വലിയ കേസ് നമ്മൾ പുഷ്പം പോലെ ഊരിയിട്ടില്ലേ? ആ വഴി ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. കുറുപ്പച്ചൻ പറഞ്ഞത് ഭരതമക്കയുടെ കാര്യം. അതെ, അന്ന് നമ്മൾ പാർട്ടിക്ക് വിളിച്ചിട്ടാൽ വന്നില്ലല്ലോ. അയാൾക്ക് കള്ളും പെണ്ണും നീക്കില്ല, പൈസ കൊടുത്താൽ മതി. കുറുപ്പച്ചൻ പറഞ്ഞതാ കാര്യം. കുറെ പണം കൊടുത്താൽ അയാൾ ഇനിയും കൊത്തും. അതിന് നിന്റെ അമ്മാച്ചനെ പറയാനോടാ? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം മുടിപ്പിക്കാൻ ഏത് ദൈവം തമ്പുരാനാണ് ഇവനെ സൃഷ്ടിച്ചത് എന്റെ കർത്താവേ? ക്ഷമിക്കെന്റെ തോമാച്ച, ആദ്യം കേസിൽ നൂരട്ടെ, നമുക്ക് ഭരതം വക്കീലിനെ ഏൽപ്പിക്കാം. അതിന് അയാൾ ഏക്കോടൂ. അതിനൊക്കെ വഴിയുണ്ട്. ഭരതേട്ടൻ എന്താണ് ഈ പറയുന്നത്? ആ ആക്സിഡന്റ് കണ്ട ഏക ഐ വിറ്റ്നസ് നീയാണ്. നീ കോടതിയിൽ വരാതിരുന്നാൽ മാത്രം മതി. സത്യം സത്യമായി തന്നെ ബോധിപ്പിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. സിസിലി എന്റെ വെറും സഹപ്രവർത്തകർ മാത്രമായിരുന്നില്ല. ആ ആത്മബന്ധം ഇല്ല, ഭരതേട്ടൻ ഇത് മനസ്സിലാവില്ല. അനാഥയായ ആ കുഞ്ഞിന്റെ നിലവിളി ഇപ്പോഴും എന്റെ മനസ്സിൽ. നീ പറയുന്നത് കേട്ടാത്തൊന്നും അവരാരോ മനഃപൂർവ്വം കൊന്നതാണെന്ന്. ആഫ്റ്റർ ഓൾ ഇറ്റ് വാസ് ആൻ ആക്സിഡന്റ്. എനിക്കും ദുഃഖമുണ്ട്. മതിയല്ലോ, എളുപ്പം പറയാൻ കഴിയുന്ന ഒരു വാക്ക്. കണ്ട സത്യം ഞാൻ കോടതിയിൽ മറച്ചു വെക്കണോ? അതോ ഭരതേട്ടൻ കേസ് വാദിക്കുമ്പോ ഞാൻ സത്യം പറഞ്ഞുകൊടുന്നുണ്ടോ? സത്യം പറഞ്ഞാലും അതിനെ അതല്ലാതാക്കി മാറ്റാനും എന്റെ കക്ഷിയെ രക്ഷിക്കാനും എനിക്ക് കഴിയും. നീ വെറുതെ കോടതിയിൽ നിന്ന് വിഷമിച്ച് വിയർക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. സാരമില്ല, സത്യം പറഞ്ഞാൽ ഉണ്ടാവുന്ന വിഷമതകൾ അത് ഞാനിങ്ങ് സഹിച്ചോളാം. ഓഹോ, അപ്പൊ നീ എന്നെ വളരെ മാന്യമായി തന്നെ വെല്ലുവിളിക്കാണല്ലേ? അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ. പണം മോഹിച്ച് മതി, ഇനി നമുക്ക് കോടതിയിൽ വെച്ച് കാണാം. എന്താ പേര്? വസുന്ധര വർമ്മ. എന്താ? വസുന്ധര വർമ്മ. ആ, ഈ നിൽക്കുന്ന റെജിയെ നിങ്ങൾ അറിയോ? അറിയാം. എങ്ങനെ അറിയാം? സിസിലി ജീ പിടിച്ചു കൊന്നത് ഇയാളാണ്. സംഭവം നിങ്ങൾ നേരിൽ കണ്ടോ? കണ്ടു. അതായത് സിസിലിക്ക് അപകടം സംഭവിക്കുമ്പോൾ നിങ്ങൾ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു അല്ലേ? അതെ. ആരായി ഭരത് വർമ്മ? ചോദിച്ചത് കേട്ടില്ലേ? ഭരത് വർമ്മയുമായി നിങ്ങൾക്ക് എന്താ ബന്ധമെന്ന്? അത് ഭരതേട്ടന് അറിഞ്ഞൂടെ? ഇത് കോടതിയാണ്, ചോദിക്കുന്നതിന് ഉത്തരം മാത്രം പറഞ്ഞാൽ മതി. എന്റെ മുറച്ചെറുക്കനാണ്. അതായത് നിങ്ങളെ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾ അല്ലേ? അതെ. വിവാഹം നിങ്ങളുടെ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടിയാണോ? അതെ. ആ, നിങ്ങൾ ഭരത് വർമ്മയുമായി പുറത്തു പോകാറുണ്ടല്ലേ? ഈ വക ചോദ്യങ്ങൾ അനാവശ്യമാണ്. ഈ കേസുമായി ഇതിനൊക്കെ എന്താ ബന്ധം? ചോദ്യങ്ങളുടെ പ്രസക്തിയെക്കുറിച്ചും ചോദ്യങ്ങൾക്ക് ഈ കേസുമായുള്ള ബന്ധത്തെക്കുറിച്ചും നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യേണ്ട. ചോദിക്കുന്നതിന് ഉത്തരം മാത്രം പറഞ്ഞാൽ മതി. മിസ്റ്റർ വർമ്മ, അവോയ്ഡ് അൺനെസറി ക്വസ്റ്റ്യൻസ്. യെസ് യുവർ ഓണർ, ഐ എം കമ്മിങ് ടു ദ പോയിന്റ്. നിങ്ങൾ ഭരത് വർമ്മയുമായി ഔട്ടിങ്ങിന് പോകാറുണ്ടോ? ചിലപ്പോഴില്ല. അതായത് നിങ്ങൾ കാമുകനോടൊത്ത് പുറത്തൊക്കെ ചുറ്റിക്കറങ്ങാറുള്ള ഒരു സ്ത്രീയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഈ സംഭവം നടന്നു എന്ന് പറയപ്പെടുന്ന ദിവസം നിങ്ങൾ കോളേജിൽ പോയിരുന്നു? അന്ന് ഞാൻ ലീവായിരുന്നു. യെസ്, അന്ന് നിങ്ങൾ ലീവ് എടുത്ത് പതിവ് പോലെ നിങ്ങളുടെ കാമുകനായ ഭരത് വർമ്മയും ഒരുമിച്ച് പുറത്തുപോയി. എന്റെ കക്ഷിയുടെ കാർ ഇടിച്ച് സിസിലി എന്ന യുവതി മരിച്ചു എന്ന് പറയുന്നത് ഏതാണ്ട് 3:30 മണിക്കാണ്. പക്ഷേ അന്ന് രാവിലെ 11 മണി മുതൽ വൈകിട്ട് 5:30 മണി വരെ ഇവർ തന്റെ കാമുകനായ ഭരത് വർമ്മയും ഒരുമിച്ച് ഹോട്ടൽ സഫയറിൽ റൂം എടുത്ത് തങ്ങളുടെ ഭാവി കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യായിരുന്നു. ആ റൂം നമ്പർ എത്ര? 124. യെസ്, 124. 11 മണി മുതൽ 5:30 മണി വരെ ഭരത് വർമ്മയോടൊപ്പം ഹോട്ടൽ റൂമിലുണ്ടായിരുന്ന ഇവർ 3:30 മണിക്ക് നടന്ന അപകട മരണത്തിന് ദൃക്സാക്ഷിയായി എന്ന് പറയുന്നത് തികച്ചും സത്യവിരുദ്ധമാണ്. യുവർ ഓണർ, പിന്നെ ഹോട്ടൽ മുറിയിൽ ഇരുന്നുകൊണ്ട് ലോകത്ത് നടക്കുന്ന എല്ലാ അപകടങ്ങളും കാണാനുള്ള ദൈവിക ശക്തി ഇവർക്കുണ്ടോന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ പറഞ്ഞ ദിവസം അവർ ഹോട്ടലിൽ റൂമെടുത്ത് താമസിച്ചതിന്റെയും അവിടെ നിന്നും കഴിച്ച ഭക്ഷണത്തിന്റെയും ബില്ലുകൾ ബഹുമാനപ്പെട്ട കോടതിക്ക് പരിശോധിക്കാം. യെസ്, യു ക്യാൻ പ്രൊസീഡ്. ദിസ് മേ ബി മാർക്ക്ഡ് ആസ് എക്സിബിറ്റ് നമ്പർ 1. കൂടാതെ ഇവർ ഹോട്ടലിൽ താമസിച്ചു എന്നുള്ളതിന് അന്നേ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹോട്ടൽ സ്റ്റാഫുകളായ ബാബുവും കൃഷ്ണനും സാക്ഷികളാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? അന്തസ്സും അഭിമാനവും എല്ലാവർക്കും ഉണ്ട്.
വിദ്യാർത്ഥികളുടെ മുമ്പിൽ ഞാൻ പഴഞ്ഞേട്ടക്കാരിയായി. എന്നെ ഇത്രയും അവമാനിക്കാൻ പാടില്ലായിരുന്നു. കേസ് ജയിക്കാൻ നിങ്ങൾ എന്ത് വൃത്തിയോടും കാണിക്കുമെന്ന് എനിക്ക് ബോധ്യമായി. സാക്ഷിക്കൂട്ടിൽ നിന്നത് ഞാനാണെന്ന് പോലും നിങ്ങൾ മറന്നു. കാമുകന്റെ കൂടെ അഴിഞ്ഞാടാൻ ഹോട്ടൽ മുറിയിൽ തങ്ങിയ ഒരു തേർഡ് റേറ്റ് പെണ്ണായി. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിയാമായിരുന്നത് കൊണ്ടാണ് നിന്നോട് സാക്ഷിയായി കോടതിയിൽ വരരുതെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മുടെ ബന്ധത്തെക്കുറിച്ച് ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. നീ മറ്റൊരു പുരുഷന്റെ കൂടെ താമസിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത് ഞാനല്ലേ? എന്റെ കൂടെയല്ലേ നീ? ഇനി മതി, എനിക്കെല്ലാം മതിയായി. ഇതിലും വലിയൊരു കേസ് ജയിക്കാൻ വേണ്ടി വന്നാൽ നിങ്ങൾ വേണ്ട വിളിക്കരുത്. നിങ്ങൾ എന്റെ ആരുമല്ല. നിങ്ങളെപ്പോലെ ഒരാളെ ഭർത്താവായി സങ്കല്പിക്കാൻ പോലെ എനിക്ക് കഴിയില്ല. നിങ്ങളെ എനിക്ക് ഭയമാണ്. ഞാൻ കഴിച്ചു. അതൊക്കെ എന്റെ ദൈവമേ. മോളെ, സ്വമനസാല പ്രവർത്തിക്കാനുള്ള പ്രായമായി നിനക്കെന്ന് അച്ഛൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഭരതന് നീ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ, അതിന്റെ കാരണം കൂടി കേട്ടപ്പോ, നിന്റെ ഭാവിയെ ഓർത്ത് ഞാൻ ചെയ്തതിനൊക്കെ ഇങ്ങനൊരു വിപരീത ഫലം കൊണ്ടൊരു കുറ്റബോധം. അച്ഛനൊരു തെറ്റും ചെയ്തിട്ടില്ല. അച്ഛന്റെ അനന്തരവന് പോലും അയാളുടേതായ ന്യായങ്ങളില്ലേ? അന്നത്തെ പോലൊരു സാഹചര്യത്തിൽ അച്ഛൻ ചെയ്തത് ന്യായം. പക്ഷേ അച്ഛന്റെ എന്റെ അഭിമാനത്തിൽ കുത്തി നോവിച്ച് സ്വന്തം ന്യായങ്ങൾ സ്ഥാപിച്ചെടുത്തൊരു മനുഷ്യന് എന്റെ ഭർത്താവാകാൻ യോഗ്യതയില്ലെന്നുള്ളതാ എന്റെ ന്യായം. നിന്റെ ന്യായം അംഗീകരിക്കാൻ തയ്യാറായാൽ പോലും എന്റെ മനസാക്ഷി സ്വസ്ഥമാകുന്നില്ലല്ലോ മോളെ. എക്കാരണം കൊണ്ടായാലും നിന്റെ ജീവിതം നശിപ്പിച്ചിട്ട്. എന്റെ ജീവിതമോ? ഓ, വിവാഹം. അതിന് സന്യസിക്കാൻ പോകണമെന്നൊന്നും അച്ഛനോട് ഞാൻ പറഞ്ഞില്ലല്ലോ. കുഞ്ഞേ, 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 എഴുന്നേറ്റ്. ഇതങ്ങ് കുടിച്ചേ. ഇതെന്താ, ബെഡ് ജ്യൂസാ? ഓ അതെ, കാപ്പി കുടിച്ചാൽ തലയുടെ കെട്ടിറങ്ങൂല കുഞ്ഞേ. അത് കുഞ്ഞുണ്ണിയമ്മൻ രാവിലെ എനിക്കിട്ട് നൂതിയതാണല്ലോ. കുഞ്ഞു ഊതിയാൽ ഞാനല്ലേ വീഴുന്നത്, കുഞ്ഞു വീഴുവോ? കുഞ്ഞേ, ഞാൻ വെറും ഒരു കുശിനിക്കാരനായിരുന്നെങ്കിൽ കുഞ്ഞ് കുടിക്കുകയോ മറിയുകയോ ചെയ്താൽ ഞാൻ തിരിഞ്ഞു നോക്കൂലായിരുന്നു. കുഞ്ഞിന്റെ ഇഷ്ടം അതാണെന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് വിടുവായിരുന്നു. ഇത് നമ്മൾ തമ്മിലുള്ള ഒന്നും എന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കുഞ്ഞിനമ്മ. ഇരിക്കേ, വാ. ഇന്നലെ നേരത്തെ കിടന്നുറങ്ങിയല്ലേ, ഞാൻ വന്നപ്പോ ഒരുപാട് വൈകി. എന്നാലും കുഞ്ഞെ, അമ്മാവൻ ഗുണദോഷിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഈ വിഷം കോരി കുടിച്ചിട്ട് എന്താ ഒരു പ്രയോജനം? അത് പറ. ഇന്നലെ നടന്നൊന്നും കുഞ്ഞുണ്ണിയമ്മാവൻ അറിയില്ല. അതാ പറയാതെ ഞാൻ എങ്ങനെ അറിയാനാ? അറിയണ്ട. അറിഞ്ഞാലേ കുഞ്ഞുണ്ണിയമ്മാവനും ഈ വിഷം തന്നെ കുടിക്കും. അത് വേണ്ട.
മോനെന്തിനാ കരയുന്നത്? ഊഞ്ഞാലാടുമ്പോ ആരെയും കരയോ? ചിരിക്കല്ലേ വേണ്ടത്? എന്ത് പറ്റി എന്റെ മോനെ? ആരെങ്കിലും കണ്ട മോശല്ലേ? മോനെ എന്താ ശങ്കര വിളിച്ചിട്ട് മോനെ വല്ലതും പറഞ്ഞോ? ഞാൻ കരടിയെ കണ്ടിട്ടൊന്ന് ചോദിച്ചു. സാധാരണഗതിയിൽ ചിരിക്കാണ് വേണ്ടത്. അയ്യോ കരയല്ലേ മോനെ? എന്താ ചിരിക്ക് ചിരിക്ക്. കരയല്ലേ മോനെ? മോളെ, എത്ര കാലമെന്ന് വെച്ചാ നീ കുഞ്ഞിനെ വളർത്തുക? അച്ഛാ അത് നിന്റെ അലിവും സ്നേഹവും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിലും നമുക്ക് ഈ കുഞ്ഞിനെ ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടാക്കാം. അനാഥാലയത്തിലോ? വേണ്ടച്ചാ, അനാഥാലയത്തിൽ ഒരിക്കലും വളരരുത്. അമ്മയില്ലാത്ത ദുഃഖം അവനറിയരുത്. നിന്റെ ഭാവിയെ കുറിച്ച് ഓർത്തപ്പോ ഒന്നുമില്ല. ശരി. ഹലോ, അതെ, ആരാ? നോക്കട്ടെ. ഹലോ. അതിന് ഞാനെന്ത് വേണം? നിങ്ങളെ തൂക്കിക്കൊന്നാലും ജീവപര്യന്തം ശിക്ഷിച്ചാലും എനിക്കൊന്നുമില്ലടോ. ഞാൻ പറഞ്ഞ ഫീസ് കിട്ടാതെ ഞാൻ വരില്ല. ഇല്ല, എനിക്കൊരു വാക്കേ ഉള്ളൂ. പറയുമ്പോ മറ്റൊന്നും തോന്നരുത്. ഏറെ സമ്പാദിച്ചു. കോവിലത്താണെങ്കിലും ഇഷ്ടം പോലെ ഉണ്ട്. ഇനിയെങ്കിലും കക്ഷികളോട് അല്പമെങ്കിലും ദയവ്. ദയവോ? ആരോട്? പിടിച്ചുപറിക്കാരനോടും കഴുത്ത് വെട്ടുന്നവനോടും ആണോ? അവർക്ക് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ ഞാൻ വാങ്ങുന്ന കനത്ത ഫീസാണ്. ഒരു ക്രിമിനൽ വക്കീൽ നല്ലൊരു ബിസിനസ്സുകാരൻ കൂടിയാവണം. എനിക്ക് വലിയ മോഹങ്ങളൊന്നുമില്ല. കർണനെ പോലെ ദാനം ചെയ്ത എന്റെ അച്ഛനാവാൻ ഞാൻ തയ്യാറല്ല. കുഴഞ്ഞു മറിഞ്ഞ കേസുകൾ ജയിച്ചിറങ്ങുമ്പോൾ എനിക്ക് കിട്ടുന്ന ലഹരി, പണം, അതെല്ലാം എനിക്ക് വേണം. പക്ഷെ ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. എന്റെ വസുന്ധര പോലും. അവൾ വരെ എന്നെ തള്ളി പറഞ്ഞു. വസുന്ധര കുഞ്ഞ് പറയുന്നതിലും കുറച്ചൊക്കെ കാര്യമുണ്ട്. ഉള്ള കള്ളന്മാരെ എല്ലാം പുണ്യാളന്മാരാക്കുന്ന ഈ ജോലി വസുന്ധര കുഞ്ഞിന് ഇഷ്ടമല്ലെങ്കിൽ അതങ്ങ് കള. ഏറെ മനസ്സ് നൊന്നിട്ടാവും ആ കുഞ്ഞത് പറഞ്ഞത്. രക്തബന്ധത്തിന്റെ ബലം തമ്പുരാൻ കാണിച്ചു തന്നില്ലേ? ഇനിയെങ്കിലും സ്നേഹത്തിന്റെ മുമ്പിൽ തോറ്റു കൊടുക്കുന്നതല്ലേ ഏറ്റവും വലിയ വിജയം. എത്ര ഉപദേശിച്ചാലും എന്നെ ഞാൻ അല്ലാതാക്കി മാറ്റാനാവില്ലെന്ന് കുഞ്ഞുണ്ണിയമ്മാവൻ അറിയാമല്ലോ. എന്താടോ ഇത്? കത്തി. കത്തിയല്ലടോ, പേന. ഉവ്വല്ലടോ, പേന. എതിർഭാഗം വക്കീൽ കത്തി കാണിച്ചാൽ അത് പേനയാണെന്നും പേന കാണിച്ചാൽ അത് കത്തിയാണെന്നും താൻ പറയണം. അപ്പൊ പേനക്കത്തി കാണിച്ചാലോ? വർമ്മ സാറിനോട് തന്നെ ചോദിക്കണം. ഇടോ, താൻ കള്ളസാക്ഷി പറയാൻ വന്നതല്ലേ? അതെ. പറയുന്നത് കേട്ട് ഉള്ള കാശ് വാങ്ങിച്ച് വീട്ടിൽ പോടും. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ആരും പോകുന്നില്ലേ? സെഷൻസ് കേസ് ഉള്ള കാരണം ഇന്നലെ തന്നെ മാറ്റിവെപ്പിച്ചു. അതാണോ നിശ്ചയിക്കുന്നത്? ഒരു കാര്യം നിശ്ചയിച്ചാൽ അത് നടത്തണം. അവസരത്തിനൊത്ത് നിശ്ചയം മാറ്റുന്ന നെറികെട്ട പണിയാ. എന്താണോ മിഴിച്ചു നോക്കുന്നത്? തന്റെ ഒക്കെ വിചാരം എളുപ്പത്തിൽ വക്കീലാവുന്നതായിരിക്കും. ആദ്യം ചെയ്യുന്ന ജോലിയോട് കൂറ് വേണം. മനസ്സിലായോ? മനസ്സിലായി. തന്നോടല്ല, അത് മനസ്സിലായി. ഗുഡ് മോർണിംഗ് സാർ. ഇന്നലെ തന്നെ ലെറ്റർ ടൈപ്പ് ചെയ്തോ? 2 കൂടി ഉണ്ട് സാർ. 2? എന്ത് ലാഘവത്തോടാണ് പറയുന്നത്? പണി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒറ്റ ആളോടെ വേണ്ട. മനസ്സിലായോ? അവൾക്കൊന്നും മനസ്സിലാവില്ല സാർ. ആ പറഞ്ഞപ്പോ അറിയാതെ നേരാവില്ല. ഒരൊറ്റെണ്ണം നേരാവില്ല. ടീച്ചറിന്റെ ദിവാസ്വപ്നം കാണുക? വെറുതെ ഇരുന്നപ്പോ പലതും ആലോചിച്ചു പോയി. ഈ അവർ ഫ്രീയാ? എനിക്കും അതെ. ഈയിടെ പ്രസിദ്ധീകരിച്ച എന്റെ കവിതാ സമാഹാരമാ. ടീച്ചറൊന്ന് വായിക്കണം. ഇപ്പൊ ഇതൊന്നും വായിക്കാൻ പറ്റിയ മൂടല്ല. എങ്കിലും സമയം പോലെ വായിച്ചിട്ട് അഭിപ്രായം പറയാം. മതി.
അതെ, അച്ഛൻ നടക്കാൻ പോയിരിക്കുക. എന്ന് 5:30 മണിയാകുമ്പോഴേക്ക് തിരിച്ചെത്തും. ശരി, ഞാൻ പറയാം. മോളെ, കുടിക്കാൻ എന്തെങ്കിലും? പ്രിയപ്പെട്ട വസുന്ധരയ്ക്ക് നേരിൽ പറയാനുള്ള ധൈര്യം എനിക്കില്ല. അതുകൊണ്ടാണ് ഈ പ്രായത്തിൽ ഇങ്ങനൊരു അവിവേകം കാണിച്ചത്. ഒരു കാര്യം ആത്മാർത്ഥമായി തുറന്നു പറയുക. എനിക്ക് വസുന്ധര വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്. നമ്മുടെ സഹപ്രവർത്തിയായിരുന്ന സിസിലിയുടെ കുഞ്ഞ് എനിക്കൊരിക്കലും ഒരു ഭാരമാവില്ല. ആലോചിച്ച് ഒരു തീരുമാനം അറിയിക്കുക. ആരാ ഈ വിദ്വാൻ? കോളേജിലെ ഒരു ലെക്ചറാ. ഇതിൽ വല്ല കാര്യമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അയാള് തുടങ്ങിയിട്ട് കുറെ നാളായി. ആദ്യമൊക്കെ സാഹിത്യം മാത്രമായിരുന്നു. കത്തിയത് ആദ്യമായിട്ടാ. എന്റെ കണ്ണിൽ പെട്ടില്ല. ഞാൻ എന്താ മനസ്സിലാക്കേണ്ടേ? മോൾക്ക് വല്ല താല്പര്യം തോന്നിയിട്ടുണ്ടോ? ഞാൻ അതേപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. ആളെങ്ങനെ? പാവ, നല്ലവനാ, കഥയില്ല. കത്ത് കണ്ടിട്ട് എനിക്കങ്ങനെ തോന്നിയില്ല. നിനക്ക് ഇഷ്ടക്കുറവൊന്നുമില്ലെങ്കിൽ? അയ്യോ, ഞാൻ അതേപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല അച്ഛാ. അല്പം ഒന്ന് ചിന്തിച്ചാലോ? എനിക്കിതെല്ലാം ഒരു തമാശയായിട്ടേ തോന്നിയിട്ടുള്ളൂ. കാര്യമാക്കിയാലോന്നാ. നല്ലവനാണെങ്കിൽ, പാവമാണെങ്കിൽ, അച്ഛനും ചില ആഗ്രഹങ്ങളൊക്കെ ഇല്ല മോളെ. നിനക്കൊരു ജീവിതം വേണ്ടേ? ഞാൻ ഇപ്പൊ ജീവിക്കുന്നില്ലെന്നാണോ അച്ഛൻ പറയുന്നത്? എന്നല്ല, എന്നായാലും ഒരാൾ കൂടിയല്ലേ തീരൂ. നേരിട്ട് അറിയുന്ന ഒരാളാവുമ്പോ, പ്രത്യേകിച്ച് ഉള്ളിൽ സ്നേഹമുള്ള ആളാവുമ്പോ, നീ ഉദ്ദേശിക്കുന്ന വലിയ സ്റ്റാറ്റസ് ഒന്നും ഇല്ലെങ്കിലും. വേണ്ട, ഞാനൊന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് ഫൈനലായിട്ട് തീരുമാനിക്കാം. വിരോധമൊന്നുമില്ലല്ലോ? ഓക്കെ. അവര് വന്നു. വരണം. വരൂ. നമസ്കാരം. നമസ്കാരം. വരൂ. ഗോപാലൻ നായർ ഇരിക്കണം. വേണ്ട, ഞാനിവിടെ വന്നോളാം. ഇരിക്കെ. ചായ. ഓ ഓ ഓ. മോളിരിക്കെ. വേണു പറഞ്ഞിരിക്കില്ലേ? ഇഷ്ടക്കുറവില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഇതിനൊക്കെ ചില മര്യാദകളുണ്ടല്ലോ. എല്ലാം എന്റെ ഒരു ഭാഗ്യം എന്ന് കരുതിയാൽ മതിയല്ലോ. പ്രായവും പക്വതയും വന്ന കുട്ടികളുടെ അവരുടെ വഴി തിരഞ്ഞെടുത്തപ്പോ എതിര് നിൽക്കാൻ തോന്നിയില്ല. വിവാഹം അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നടത്താം. എന്താ ശങ്കരപ്പിള്ളേ? അതെ അതെ. എന്ത് പേപ്പർ നോക്കാനാ? വേണ്ടതിനൊക്കെ വില കൂട്ടി. അമ്മാവാ, ഭരതം വക്കീല് വസുക്കുഞ്ഞ് വസുക്കുഞ്ഞെന്ന് പറഞ്ഞ് തപസ. ആ കുഞ്ഞെന്താ ഇങ്ങനെ? അമ്മാവാ, പെണ്ണിന്റെ മനസ്സ് കണ്ടവരില്ലെന്നാ പറയുന്നത്. എന്താ എന്താ പറഞ്ഞത്? നിന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ അല്ല മോളെ, നമ്മുടെ തമ്പുരാന്റെ മോളിലെ വസുന്ധര കുഞ്ഞ്. വസുന്ധര കുഞ്ഞ്? വസുന്ധര കുഞ്ഞിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവനാ ഭരതം വക്കീല്. ആ കുഞ്ഞിന് ഈടായിട്ട് ഇങ്ങോട്ട് എന്തോ എന്താ പറയാ. ഭരത സാറിന് ഈ കാര്യമൊന്നും അറിയില്ലേ? അറിഞ്ഞില്ലെങ്കിൽ ഞാൻ അറിയിക്കും. എന്റെ മരുമകൻ നന്ദിയുള്ളവന്. അമ്മാവാ, കലക്ടർ അദ്ദേഹം രാജിവെച്ചപ്പോ അമ്മാവൻ രാജിവെച്ചില്ലേ? ആ അമ്മാവന്റെ മരുമകനല്ലേ ഞാൻ. ഓക്കെ ഓക്കെ, പോവാം. ശരി.
താനിന്ന് നല്ല ഫോമിലായിരുന്നല്ലോ. കളിക്കുന്ന കളികളെല്ലാം ജയിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പക്ഷെ കളികൾ പലതും തെറ്റുന്നുണ്ടല്ലോ വക്കീലെ. ആ തന്റെ മുറപ്പണിന്റെ കല്യാണം എന്തായി? സ്റ്റേറ്റ് കോമ്പറ്റീഷൻ താൻ പങ്കെടുക്കുന്നുണ്ടോ? അടുത്ത മാസമല്ലേ? ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലല്ലോ. ആ, എന്റെ പെണ്ണിനെ ഞാൻ തന്നെ കിട്ടും. സാർ ഇരിക്കണം. ഇരിക്കാനല്ല ഞാൻ വന്നത്. 4 വരി കവിത എഴുതി കഴിയുമ്പോഴേക്കും വലിയ വലിയ മോഹങ്ങൾ അങ്ങോട്ട് വരിക. വസുന്ധര എന്റെ മുറപ്പെണ്ണ. ഞാനല്ലാതെ വേറെ ഒരുത്തനും അവളുടെ കഴുത്തിൽ താലി കെട്ടില്ല. ഒക്കെ അറിഞ്ഞിട്ട് നീ വേഷം കെട്ടിന് ഇറങ്ങിയല്ലടാ. സാർ ഞാനൊന്ന് പറയട്ടെ? വേണ്ട. കവിത തലയ്ക്ക് പിടിച്ചാൽ കരഞ്ഞു തീർക്കണം, അല്ലാതെ കോവിലകം തേടി ഇറങ്ങരുത്. അവനവന്റെ നില മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഈ ഭൂമിക്ക് മുകളിൽ നീ ഉണ്ടാവില്ല. ഓർത്തോ? ഒരു തെളിവ് അവശേഷിപ്പിക്കാതെ. യെസ്, വിത്തൗട്ട് ഹാവിംഗ് എനി എവിഡൻസ്. ക്ലീൻ. സാമാന്യം ഭേദപ്പെട്ട ഒരു ക്രിമിനൽ വക്കീലാണ് ഞാൻ എന്നാണ് ജനസംസാരം. സാർ തമ്പുരാൻ നിശ്ചയിച്ചത്? തമ്പുരാനല്ല, സാക്ഷാൽ ഉടയ തമ്പുരാൻ തന്നെ നേരിട്ടിറങ്ങി വന്നാൽ പോലും എന്റെ പെണ്ണിനെ ഈ ജന്മത്തിലോ അടുത്ത ജന്മത്തിലോ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ലടാ. അതിനെനിക്ക് മനസ്സില്ല. പറഞ്ഞതനുസരിച്ചാൽ അച്ഛനും മകനെയും മകൻ അച്ഛനെയും കാണാം. അല്ലെങ്കിൽ ഈ വീടിരിക്കുന്ന സ്ഥലം പോലും കാണില്ല. സംശയം വല്ലതും ഉണ്ടോ? ഇല്ലേ. ഈശ്വരനെ ഓർത്ത് വക്കീൽ സാർ ക്ഷമിക്കണം. ഞാൻ തമ്പുരാനും കൊടുത്ത വാക്ക്. താനും തന്റെ ഓമന പുത്രനും ജീവിച്ചിരുന്നാലല്ലേ അത് പാലിക്കേണ്ടി വരൂ. എടോ നായരെ, ഈ ലോകം മുഴുവൻ എതിർത്താലും ഞാൻ എന്താഗ്രഹിക്കുന്നുവോ അത് നടത്തിയിരിക്കും. ഞാൻ പറഞ്ഞ് ശരിയാക്കിയിരിക്കും. എനിക്ക് നായരെ വിശ്വസിക്കാം അല്ലേ? തീർച്ചയായും വിശ്വസിക്കാം. അവനനുസരിക്കാൻ തയ്യാറായില്ലെങ്കിൽ? അങ്ങനെ ഉണ്ടാവില്ല. വക്കീൽ സാർ ക്ഷമിച്ചാൽ മാത്രം മതി. പറഞ്ഞതനുസരിച്ചാൽ ലാഭം മുഴുവൻ തനിക്കാ. നീ എന്ത് തീരുമാനിച്ചു? അച്ഛൻ ഇങ്ങനെ ഭയപ്പെട്ടാലോ? അയാൾ എന്ത് ചെയ്യുന്ന അച്ഛൻ പറയുന്നത്? ഇതുവരെ പറഞ്ഞൊന്നും നിനക്ക് മനസ്സിലായില്ലേ? എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ആ മനുഷ്യന് ചെയ്യാൻ പാടാത്ത യാതൊന്നുമില്ല. ഞാൻ പറഞ്ഞൊന്നും കഥകളല്ല മോനെ, ഉണ്ടായ സംഭവങ്ങളാണ്. നമുക്കൊരു അന്തസ്സില്ലേ അച്ഛാ? പറഞ്ഞ വാക്കിന് വില കൽപ്പിക്കാതെ. വാക്കും നോക്കും. ജീവൻ തുലാസിലാടുമ്പോഴാ വാക്ക്. നിന്നെ വളർത്തി പഠിപ്പിച്ച് ഈ നിലയിലാക്കിയത് ആരാച്ചാർക്ക് കൊടുക്കാനല്ല. വിശ്വാസവഞ്ചന വയ്യച്ച. അച്ഛൻ ദയവായി നിന്റെ ഈ മതപ്രസംഗം ഒന്ന് നിർത്തുമോ? കല്യാണപ്പന്തലിൽ വെച്ച് കല്യാണം തെറ്റിപ്പിരിയുന്നില്ലേ? ഞാൻ വസുന്ധരയോട് മോനെ, എനിക്ക് നീ മാത്രമേ ഉള്ളൂ. മരിക്കുമ്പം ബലിയുടെ. ഈ നാട്ടിൽ മറ്റുള്ളവരുടെ മുഖത്ത് നമ്മൾ എങ്ങനെ നോക്കും? ഇവരുടെ ഇടയ്ക്ക് എങ്ങനെ കഴിഞ്ഞുകൂടും വെച്ചാ? അതിന് ഞാനൊരു വഴിയൊരുക്കിയിട്ടുണ്ട്. നമ്മുടെ പൊറ്റയിലെ നാരായണനായുടെ മകൾ മായ, നീ അവളെ കണ്ടിട്ടില്ലേ? അവൾ ഗൾഫിൽ നേഴ്സാണ്. ലീവിൽ വന്നിട്ടുണ്ട്. വിവാഹം കഴിക്കുന്ന ആളെ ദുബായിൽ കൊണ്ടുപോകാനുള്ള വിസയുമുണ്ട്. എന്റെ മോൻ ഇതിന് സമ്മതിക്കണം. എങ്കിലും വെച്ചാ ഞാനൊന്ന് ആലോചിക്കാനൊന്നുമില്ല. ഞാൻ അവർക്ക് വാക്ക് കൊടുത്തുപോയി. സാർ, ഈ കല്യാണം നടക്കില്ല. അവർ ചതിച്ചു. വേണുഗോപാല് വേറെ പെണ്ണും കെട്ടി ദുബായിക്ക് പോയി. തന്നോട് ആര് പറഞ്ഞു? അറിഞ്ഞു സാർ. നഷ്ടങ്ങളുടെ വർഷമായിരുന്നു ഇത്. ആദ്യം സിസിലി ടീച്ചർ, പിന്നെ വേണു സാർ, ഇപ്പോ സിസിലി ടീച്ചറുടെ മരണം വലിയൊരു ട്രാജഡി ആയിപ്പോയി. വേണുഗോപാൽ പണം ഉണ്ടാക്കാൻ ഗൾഫിലേക്ക് പോയതാ. അയാൾ കാണിച്ച ഒട്ടും ശരിയായില്ല. അതിന്റെ മാനക്കേട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാ വസുന്ധര രാജിവെച്ചത്. ഏതായാലും വസുന്ധരയെ സ്തുതിക്കണം. സിസിലിയുടെ കുട്ടിയെ എടുത്തു വളർത്താനുള്ള മനസ്സുണ്ടായല്ലോ. എല്ലാം വിധിവശാലെന്ന് കരുതിയാൽ മതി. ഒക്കെ സംഭവിക്കേണ്ടതായിരുന്നെന്ന് കരുതാം. നമ്മുടെ നിയന്ത്രണത്തിനും അപ്പുറത്തായി എല്ലാം. സബ്ജക്ട് ടു ചേഞ്ച് ആൻഡ് ലിമിറ്റഡ് ബൈ ടൈം എന്നല്ലേ? ഈ വർഷത്തെ അവസാനത്തെ ക്ലാസ് അല്ലേ? അടുത്ത വർഷം ക്ലാസ് എടുക്കാൻ ആരൊക്കെ ഉണ്ടാവോ എന്തോ. ഓർമ്മകളെ ഒരു നിമിഷം ഓടി വരൂ മനസ്സിൽ.
കൂടുതലൊന്നും ആലോചിക്കാനില്ല. ഞാൻ ചെന്ന് ഭരതനെ ഒന്ന് കണ്ടാലോ? വേണ്ടച്ചാ, അച്ഛൻ പോയി കണ്ടാലും കാര്യം ഉണ്ടാവില്ല. വാശിയും വൈരാഗ്യവും എന്നോടല്ലേ. ഞാൻ തന്നെ പോവാം. ഭരതേട്ടാ. നോ. അഡ്വക്കേറ്റ് ഭാരത് വർമ്മ. എന്താണാവോ എഴുന്നള്ളത്തിന്റെ ഉദ്ദേശം? എന്റെ മകന്റെ കേസിനെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. ആരുടെ മകൻ? തമ്പുരാട്ടിയുടെ മകനോ? ഓ, വളർത്തുപുത്രൻ. തമ്പുരാട്ടി പറഞ്ഞു വരുന്നത് സൗമ്യ കൊലക്കേസിന്റെ കാര്യമാണോ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ നടത്തുന്നത്? അവൻ കാമുകിയെ കൊന്നുവല്ലേ? വിനു തെറ്റ് ചെയ്തിട്ടില്ല. അത് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ലല്ലോ, കോടതിയല്ലേ. നിയമത്തിന്റെ മുന്നിൽ അവൻ കുറ്റവാളിയാണ്. അവൻ നിരപരാധിയാണെന്ന് ഭരതേട്ടന് തെളിയിക്കാനാവില്ലേ? സോറി, നമ്മുടെ നീതി സങ്കല്പങ്ങൾ തമ്മിൽ പരസ്പരം പൊരുത്തപ്പെടില്ല തമ്പുരാട്ടി. ജയിക്കാൻ സാധ്യതയില്ലാത്ത കേസുകൾ ഞാൻ ഏറ്റെടുക്കാറില്ല. ഏറ്റെടുക്കുന്ന കേസുകൾ ജയിക്കണമെന്ന നിർബന്ധവും എനിക്കുണ്ട്. പിന്നെ ഏറ്റെടുത്താൽ കേസ് ജയിക്കാൻ വേണ്ടി പലതും ചെയ്യേണ്ടതായി വരും. അവിടെ രക്തബന്ധത്തിനോ സ്നേഹബന്ധത്തിനോ യാതൊരു വിലയുമില്ല. ദാറ്റ്സ് മൈ പ്രൊഫഷണൽ എത്തിക്കേറ്റ്. പക്ഷെ നിങ്ങളെപ്പോലുള്ളവർക്ക് അതുമായി പൊരുത്തപ്പെടാനാവോ തമ്പുരാട്ടി? എങ്ങനെയെങ്കിലും എന്റെ മകനെ രക്ഷിക്കണം. തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം. വേണ്ടേ? ഇനി അവനെ രക്ഷിക്കാമെന്ന് വെച്ചാൽ തന്നെ തമ്പുരാട്ടിക്ക് ഇഷ്ടമല്ലാത്ത ആ കുപ്പായത്തിന്റെ സഹായം വേണ്ടിവരും. ഒരിക്കൽ അത് ഉപേക്ഷിക്കണമെന്ന് തമ്പുരാട്ടി എന്നെ ഉപദേശിച്ചതാണ്. ക്ഷമിക്കണം, ഒരു രീതിയിലും ഈ കേസ് ഏറ്റെടുക്കാനുള്ള ഒരു ന്യായീകരണം ഞാൻ കാണുന്നില്ല. ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്. ഈ അവസരത്തിൽ പഴയ വൈരാഗ്യമൊന്നും. വൈരാഗ്യോ? ആർക്ക്? ആരോട്? വക്കീലിന് ശത്രുവും മിത്രവും ഇല്ല തമ്പുരാട്ടി. കക്ഷി എതിർകക്ഷി. എങ്കിൽ എന്റെ മകനെ ഒരു കക്ഷിയായിട്ട് എടുക്കും പ്ലീസ്. കള്ളന്റെയും കൊള്ളക്കാരന്റെയും കൊലപാതകയുടെയും വക്കീലാണ് ഞാൻ. അതെ, അതുകൊണ്ടാണല്ലോ ഒരു കൊലപാതകയെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തമ്പുരാട്ടി ഇപ്പൊ വന്നത്. പക്ഷെ ഈ കേസ് ഏറ്റെടുക്കാൻ സോറി, ഞാൻ തയ്യാറല്ല. ആശ്രയം തേടി വരുന്നവരെ വർമ്മ നിരാശപ്പെടുത്തി അയക്കാറില്ല. അത് ക്ഷത്രിയ ധർമ്മം. ജയിക്കുമെന്ന് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. സാക്ഷി വിസ്താരവും ആർഗ്യുമെന്റും എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഫർദർ എവിഡൻസിന് ഒരു 311 പെറ്റീഷൻ ഫയൽ ചെയ്ത് നോക്കാം. അതിനു മുമ്പ് തമ്പുരാട്ടി എനിക്കൊരു കാര്യം പറഞ്ഞു തരണം. സാക്ഷിക്കൂട്ടിൽ നിൽക്കുന്നത് എന്റെ ബന്ധുവാണെങ്കിൽ, സുഹൃത്താണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? തമ്പുരാട്ടിക്ക് ഒന്നും പറയാനുണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഏറെ കോംപ്ലിക്കേഷൻസ് ഉള്ള കേസാ. പുതിയ സാക്ഷികളെ കണ്ടെത്തേണ്ടി വരും. പിന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തായിരിക്കും ഞാൻ ആവശ്യപ്പെടുന്ന ഫീസ്. ഞാൻ എന്ത് വേണമെങ്കിലും തരാം. തമ്പുരാട്ടിയുടെ വാക്ക് എനിക്ക് വിശ്വസിക്കാമല്ലോ? അവസാനം വാക്ക് മാറ്റിയാലോ? അവസരത്തിനൊത്ത് നിശ്ചയം മാറ്റാൻ അല്ല, അച്ഛനും മകൾക്കും ഏറെ സമയമൊന്നും വേണ്ട. അതുകൊണ്ട് പറഞ്ഞതാ. ഞാൻ വാക്ക് മാറില്ല. ആവശ്യപ്പെടുന്നത് എന്തും. അതെ, ഞാൻ ആവശ്യപ്പെടുന്നത് എന്തും തരേണ്ടി വരും. ഉറപ്പാണല്ലോ? ശരി, ഞാൻ നോക്കട്ടെ. ഇപ്പൊ പോയിക്കോളൂ. സാക്ഷിമൊഴികൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് സാർ. ക്രോസിൽ ഞാൻ മാക്സിമം വരുത്താവുന്നതൊക്കെ വരുത്തി. റേപ്പ് അറ്റംപ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൺഫേം ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? യെസ് സാർ. ഓക്കെ, താങ്ക് യു മിസ്റ്റർ സെബാസ്റ്റ്യൻ. രാജാ, വരാം. വീട് മാറിപ്പോയിട്ടില്ല.
വർഷങ്ങളേറെയായി. സന്തോഷമുണ്ട്. ഇരിക്കൂ. വേണ്ട, എനിക്ക് കേസിനെ കുറിച്ച് ചില വിവരങ്ങൾ അറിയണം. കൊല്ലപ്പെട്ട പെൺകുട്ടിയുമായുള്ള ബിനുവിന്റെ അടുപ്പത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാവോ? ഇല്ല. കോളേജിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് ബിനു അമ്മയോടൊന്നും പറയാറില്ലേ? ചില തമാശകളൊക്കെ പറയാറുണ്ട്. ഡയറി എഴുതുന്ന സ്വഭാവമുണ്ടോ? ഞാനെങ്ങനെ? ഞാൻ വിനുവിന്റെ കാര്യമാണ് ചോദിച്ചത്. പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ഡയറി ഒന്നും കാണാറില്ല. എനിക്ക് വിനുവിന്റെ മുറി ഒന്ന് കണ്ടാൽ കൊള്ളാവുന്നുണ്ട്. മോളെ ചെല്ല്. തൽക്കാലം എൻ്റെ കയ്യിലിരിക്കട്ടെ. SC 97/93 Vinod Kumar. Your Honor, I am filing a fresh wakalat for the accused, along with a petition under Section 311 of the CRPC to reopen the evidences. Petition may be allowed, Your Honor. No, Your Honor. I have strong objections. This petition cannot be allowed since the witnesses were already examined. Even though the witnesses were examined, the court finds that it is highly necessary to reopen the evidence. The court can grant permission. I am allowing this petition. കയ്യിൽ കിട്ടിയവനെ കുറ്റവാളിയാക്കുക എന്നല്ലാതെ യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള യാതൊരുവിധ ശ്രമങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. യുവർ ഓണർ, 5 പ്രോസിക്യൂഷൻ സാക്ഷികൾ ഇവിടെ ഹാജരായിട്ടുണ്ട്. അവരെ ക്രോസ് എക്സാമിൻ ചെയ്യാനുള്ള അനുമതി ഉണ്ടാവണം. Permission granted to examine the witnesses. You can proceed. ദൈവം സാക്ഷിയായി കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. ഈ നിൽക്കുന്ന വിനുവാണ് സൗമ്യയെ കൊന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാണ് എല്ലാവരും പറയുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാണ് ചോദ്യം. എനിക്കറിയില്ല സാർ. അന്ന് രാത്രി സൗമ്യ കൊല്ലപ്പെട്ടു എന്നറിയുന്നതിന് മുമ്പ് ശ്രദ്ധേയമായ എന്തെങ്കിലും സംഭവങ്ങൾ നടന്നായി ഓർമ്മയുണ്ടോ? ആരുടെയെങ്കിലും ചലനങ്ങൾ, ശബ്ദങ്ങൾ, അങ്ങനെ എന്തെങ്കിലും? ഉണ്ട്. അന്ന് രാത്രി ഗേറ്റ് പൂട്ടി ഞാൻ കിടക്കാനുള്ള പുറപ്പാടിലായിരുന്നു. ആരത് പൂട്ടിട്ട്? ഏതെങ്കിലും പിള്ളേരായിരിക്കും. ആൺകുട്ടികൾ കിടക്കുകയായിരുന്ന മുറിയുടെ വാതിൽ പുറത്തു നിന്നും തഴുതിട്ടിരുന്നത് ആരായിരുന്നു നിങ്ങൾക്കറിയാമോ? ആരാണെന്ന് അറിയില്ല സാർ. That may be noted, Your Honor. കൊല ചെയ്യപ്പെട്ട ദിവസം രാത്രി 11 മണിക്ക് ബോയ്സ് ഡോർമെറ്ററിയുടെ വാതിൽ പുറത്തു നിന്നും ആരോ തഴുതിട്ടിരിക്കുകയായിരുന്നു. 11:15 സൗമ്യയുടെ നിലവിളി കേട്ടു എന്ന് പറയപ്പെടുന്നത്. ഈ കത്തും ബർത്ത്ഡേ കാർഡും ആർക്ക് അയച്ചതാണെന്ന് അറിയാവോ? അറിയാം. സൗമ്യ വിനോദിന് അയച്ചത്. എങ്ങനെ അറിയാം? ഞങ്ങൾ ഒരുമിച്ചാണ് ഈ ബർത്ത്ഡേ കാർഡ് വാങ്ങാൻ പോയത്. ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന ബീന നിങ്ങളല്ലേ?
യുവർ ഓണർ, പ്ലീസ് മാർക്ക് ദിസ് ആസ് എക്സിബിറ്റ് D1. സൗമ്യയുടെ ആത്മസുഹൃത്തായിരുന്നോ ബീന? അതെ. സൗമ്യ ബീനയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാറുണ്ടായിരുന്നു? മരിച്ചുപോയ സൗമ്യയും ഈ നിൽക്കുന്ന വിനുവും തമ്മിൽ സ്നേഹത്തിലായിരുന്നു? അതെ. ദിസ് മേ ബി മാർക്ക്ഡ് ആസ് എക്സിബിറ്റ് C1, യുവർ ഓണർ. എന്താ പേര്? മാത്യൂസ്. എന്താ? മത്തായി. ഗേൾസ് ഡോർമെറ്ററിയിൽ ബഹളം നടക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? ഞാൻ ഉറങ്ങുകയായിരുന്നു. എവിടെ? എന്റെ റൂമിൽ. നിങ്ങൾ ഒറ്റയ്ക്കാണോ കിടന്നിരുന്നത്? അല്ല, എന്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? മറ്റൊരു അധ്യാപനം ഉണ്ടായിരുന്നു. പ്ലീസ് നോട്ട് ഇറ്റ് യുവർ ഓണർ. ഇദ്ദേഹവും മറ്റൊരു അധ്യാപകനും കൂടി ഒരു മുറിയിലാണ് കിടന്നുറങ്ങിയിരുന്നത്. എന്താ പേര്? ജോൺ. നിങ്ങൾ ക്ലിന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണല്ലേ? അതെ. കഴിഞ്ഞ ജൂൺ 14-ാം തീയതി OP യിലെ ഡ്യൂട്ടി ഡോക്ടർ നിങ്ങളായിരുന്നു? അതെ. ജൂൺ 14-ാം തീയതി OP നമ്പർ 11-ൽ പറയുന്ന രോഗി നിങ്ങളുടെ അടുത്ത് വന്നിരുന്നു. വലതു കൈപ്പത്തിയിൽ കല്ലച്ചു പഴുത്ത ഒരു മുറിവുമായി. ആ മുറിവ് കീറി നിങ്ങൾ പുറത്തെടുത്തത് പച്ച നിറത്തിലുള്ള ഒരു വളപ്പൊട്ടായിരുന്നില്ലേ? അതെ. ആ വളപ്പൊട്ട് ഇത് തന്നെയല്ലേ? അതെ. ആ രോഗിയെ കണ്ടാൽ ഇനി നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമോ? അറിയാം. എങ്ങനെ? എനിക്ക് അയാളെ കണ്ടു പരിചയമുണ്ട്. എന്താ പേര്? ബോബി. ബോബി. കൊല്ലപ്പെട്ട സൗമ്യയുടെ കോളേജിലെ അത്ലറ്റിക് കോച്ചാണ് നിങ്ങളല്ലേ? അതെ. കുട്ടികളോടൊപ്പം നിങ്ങളും പോയിരുന്നോ? ഇനി പറയൂ, എങ്ങനെയാണ് നിങ്ങൾ സൗമ്യയെ കൊന്നത്? തർക്കിക്കണ്ട, എല്ലാ സാഹചര്യ തെളിവുകളും നിങ്ങൾക്കെതിരാണ്. യെസ്, യു ആർ ദ ആക്ച്വൽ കൾപ്രിറ്റ്. യെസ്, ഹി ഈസ്. നോ, യെസ് യുവർ ഓണർ, ഹി ഈസ്. ഈ ഫോട്ടോ നോക്കൂ. എന്റെ കക്ഷി വിനു എടുത്ത ഫോട്ടോ ആണിത്. പ്ലീസ് മാർക്ക് ദിസ് ആസ് എക്സിബിറ്റ് D2. പരിക്ക് പറ്റിയ സൗമ്യയെ സഹായിക്കാനെത്തിയ ഒരു കോച്ചിന്റെ മുഖമല്ല ഇതിൽ ഇയാൾക്ക്, മറിച്ച് അവളോടുള്ള ആസക്തി. അതെ, കൊല ചെയ്യപ്പെട്ട സൗമ്യ ബിനുവിനയച്ച കത്തിൽ പറയുന്നു, ഇന്നും അയാൾ എന്നെ ശല്യം ചെയ്തു. ആ ശല്യക്കാരൻ നിങ്ങളാണെന്ന് സൗമ്യയുടെ കൂട്ടുകാരിയായ ബീനയുടെ സാക്ഷിമൊഴിയിൽ പറയുന്നുണ്ട്. കൊല നടന്ന ദിവസം രാത്രി ഗേൾസ് ഡോർമെറ്ററിയിലെ ബഹളം കേട്ട് നിങ്ങളോടൊപ്പം ഉറങ്ങാൻ കിടന്നിരുന്ന മത്തായി സാർ ഉണർന്നു നോക്കുമ്പോൾ കൂടെ മുറിയിൽ നിങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് സാക്ഷിമൊഴി. ദാറ്റ് മീൻസ് ആ സമയം നിങ്ങൾ പുറത്തായിരുന്നു. സോ ബോയ്സ് ഡോർമെറ്ററിയുടെ വാതിൽ പുറത്തു നിന്നും തഴുതിട്ടിരുന്നത് മറ്റാരുമല്ല, നിങ്ങളാണ്. പിന്നെ ക്ലിന്റ് ഹോസ്പിറ്റലിൽ ജൂൺ 14-ാം തീയതി 11-ാം നമ്പർ OP ടിക്കറ്റിൽ വലത് കൈപ്പത്തിയിലെ കല്ലിച്ച് പഴുത്ത മുറിവുമായി ഡോക്ടർ ജോണിനെ കാണാൻ ചെന്ന രോഗി മറ്റാരുമല്ല, നിങ്ങളാണ്. നിങ്ങളുടെ കൈപ്പത്തിൽ നിന്നും ഡോക്ടർ ജോൺ കീറി പുറത്തെടുത്ത പച്ച നിറത്തിലുള്ള വളപ്പൊട്ട് മരിക്കുന്ന സമയത്ത് സൗമ്യ ധരിച്ചിരുന്നതാണെന്ന് ഫോറൻസിക് റിപ്പോർട്ടിൽ പറയുന്നു. ഇനിയുമുണ്ട് തെളിവുകൾ. സൗമ്യയുടെ ശവശരീരത്തിൽ നിന്നും പോലീസ് കണ്ടെടുത്തതാണ് ഈ മാല. സൗമ്യയുടേതാണെന്ന് മഹസർ റിപ്പോർട്ട് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ ഈ മാലയുടെ ലോക്കറ്റിൽ കാണുന്ന S എന്നത് സൗമ്യ എന്ന പേരിന്റെ ആദ്യാക്ഷരമല്ല, മറിച്ച് ബോബി എന്ന് വിളിക്കപ്പെടുന്ന സാം സെക്കറിയ എന്ന നിങ്ങളുടെ പേരിന്റെ ആദ്യാക്ഷരമാണ്. ഈ മാല നിങ്ങളുടേതാണ്. നിഷേധിക്കാൻ പറ്റുമോ? ഇനി പറ, എന്താ സംഭവിച്ചത്? ഒന്നുമില്ല, വാതിൽ മുട്ടി വന്ന് ഇല്ല, ആരുമില്ല. പക്ഷെ ശരി. Circumstantial evidences should constitute a complete chain which should lead to one and only conclusion, that is the guilt of the accused. ഇടമുറിയാത്ത കണ്ണികൾ ഒരുക്കുന്ന സാഹചര്യ തെളിവുകളിൽ നിന്നും സൗമ്യയുടെ അധ്യാപകനും കോച്ചുമായ ബോബി എന്ന് വിളിക്കുന്ന സാം സെക്കറിയ കുറ്റവാളിയാണെന്ന് സംശയാതീതമായി തെളിഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ യുവർ ഓണർ, അയാളെ കുറ്റവാളിയായി കണക്കാക്കണമെന്നും നിരപരാധിയും എന്റെ കക്ഷിയുമായ വിനോദ് കുമാറിനെ എത്രയും വേഗം വിട്ടയക്കണമെന്നും ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ.
Hence, this court finds that the guilt against the accused is not proved beyond reasonable doubts. So, the accused is acquitted. പ്രതിയെ വിട്ടയക്കുന്നു. ആദ്യഭാഗം 7-ാം സാക്ഷി സാം സക്കറിയാസിനെ കസ്റ്റഡിയിലെടുക്കുന്നതിനും അയാളുടെ പേരിൽ നടപടി നടത്തുവാനും ഈ കോടതി ഉത്തരവിടുന്നു. സന്തോഷമായി പരിത. താങ്ക് യു വെരി മച്ച്. വസുന്ധരേ. വേണ്ട മാവ, ഞാൻ കണ്ടോളാം. ചെല്ലു. എന്റെ വാക്ക് ഞാൻ പാലിച്ചു. ഇനി തുക ഞാൻ എഴുതിയിട്ടില്ല. ഇഷ്ടമുള്ളത് എഴുതിയെടുക്കാം. പണം അത് ഞാൻ ആവശ്യത്തിലേറെ നേടിക്കഴിഞ്ഞു. ആ നേട്ടങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടൊരു ജീവിതം ഞാൻ കണ്ടില്ല. ചെറുപ്പം മുതലേ ഞാൻ അണിഞ്ഞിരുന്ന ഒരു മുഖംമൂടി പണത്തിന്റെയും അഹങ്കാരത്തിന്റെയും. പിന്നീട് അത് അഴിച്ചു വെക്കാൻ എനിക്ക് പോലും കഴിഞ്ഞില്ല. ആരും എന്നെ മനസ്സിലാക്കിയില്ല. ഓരോ കേസുകൾ ജയിക്കുമ്പോഴും ജീവിതത്തിൽ ഞാൻ തോൽക്കുകയായിരുന്നു. ഇപ്പോ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ജയിക്കണമെന്നൊരു മോഹം, ജീവിക്കണമെന്നൊരു മോഹം. കഴിഞ്ഞതൊക്കെ മറക്കാൻ, ക്ഷമിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ ഒരുപാട് കാലമില്ലെങ്കിലും ഒരുമിച്ചൊരു ജീവിതം കഴിയുമോ നിനക്ക്?